ഹായ് ഓൾ, എല്ലാവർക്കും ലക്ഷ്യ ട്യൂഷൻസിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് 10ാം ക്ലാസ്സിൻ്റെ കെമിസ്ട്രിയുടെ ഫസ്റ്റ് ചാപ്റ്ററായ നോമൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആൻഡ് ഐസോമെറിസം എന്ന ചാപ്റ്ററിൻ്റെ ബാക്കി ഭാഗവുമായിട്ടാണ് വന്നിട്ടുള്ളത്. അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് സാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സിൻ്റെയും അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സിൻ്റെയും നെയിമിംഗ് എല്ലാമാണ് പറഞ്ഞു നിർത്തിയത്. ഒപ്പം തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫങ്ഷണൽ ഗ്രൂപ്പുകളും പരിചയപ്പെട്ടു അല്ലെ. അപ്പോൾ നമ്മുടെ ടോപ്പിക്കിന്റെ ഒരു ഹാഫ് പോർഷൻ കംപ്ലീറ്റ് ആയെന്ന് പറയാം. നമ്മുടെ ചാപ്റ്ററിന്റെ പേര് തന്നെ നോമൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആൻഡ് ഐസോമെറിസം എന്നാണ് അല്ലെ. അതിൽ നോമൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് വരെയാണ് നമ്മൾ പഠിച്ചു നിർത്തിയത്. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ട് കടക്കാം, ഐസോമെറിസം. ഓർഗാനിക് കോമ്പൗണ്ട്സിൽ കാണുന്ന ഒരു ഫിനോമിനനാണ് ഐസോമെറിസം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഐസോമെറിസം എന്താന്ന് നോക്കാം. അതിൽ തന്നെ ആദ്യം നമുക്ക് ഐസോമേഴ്സ് എന്താണെന്ന് നോക്കാം. ഐസോമേഴ്സ് എന്ന് പറഞ്ഞാൽ കോമ്പൗണ്ട്സ് ഹാവിംഗ് സെയിം മോളിക്യുലർ ഫോർമുല ബട്ട് ഡിഫറെന്റ് സ്ട്രക്ചർ. അതായത് ഓർഗാനിക് കോമ്പൗണ്ടുകൾക്ക് ഒരേ മോളിക്യുലർ ഫോർമുലയും എന്നാൽ അതിന്റെ സ്ട്രക്ചറൽ ഫോർമുല മാത്രം വ്യത്യസ്തപ്പെട്ട് വരുന്ന ആ കോമ്പൗണ്ടുകളെയാണ് നമ്മൾ ഐസോമേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് ഐസോമേഴ്സ് എന്ന് പറയുന്നത്? ദ കോമ്പൗണ്ട്സ് ഹാവിംഗ് സെയിം മോളിക്യുലർ ഫോർമുല ബട്ട് ഡിഫറെന്റ് സ്ട്രക്ചറൽ ഫോർമുല. അതിന്റെ സ്ട്രക്ചർ ഡിഫറെന്റ് ആയിരിക്കും അല്ലെ. അതായത് ഈ സ്ട്രക്ചർ ഡിഫറെന്റ് ആണെന്ന് പറയുമ്പോൾ ആ കോമ്പൗണ്ടുകളുടെ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസിലും എന്ത് കാണിക്കും? ഈ ഡിഫറൻസ് കാണിക്കും. ഓക്കെ, അങ്ങനെ ഓർഗാനിക് കോമ്പൗണ്ടുകൾ ഇത്തരം ഫീച്ചേഴ്സ് കാണിക്കുന്ന ഈ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഐസോമെറിസം. അപ്പൊ നമുക്ക് നോക്കാം. The compounds have same molecular formulae but differ in their structural formulae and thus exhibit differences in their chemical and physical properties are called isomers. This phenomenon is called isomerism. അപ്പോ എന്താണ് മക്കളെ നമ്മൾ പറഞ്ഞത്? രണ്ട് ഓർഗാനിക് കോമ്പൗണ്ടുകൾ ഐസോമേഴ്സ് ആവണമെങ്കിലുള്ള കണ്ടീഷൻ എന്താണ്? അവർക്ക് ഫോർമുല സെയിം ആയിരിക്കണം അല്ലെ. എന്ത് ഫോർമുല? മോളിക്യുലർ ഫോർമുല സെയിം ആയിട്ട് വരണം. എന്നാൽ അതിനെ കാണാൻ ഡിഫറെന്റ് ആയിരിക്കണം. അതായത് അതിന്റെ സ്ട്രക്ചർ ഡിഫറെന്റ് ആയിട്ട് വരണം. അത്തരം കോമ്പൗണ്ടുകളെ നമുക്ക് ഐസോമേഴ്സ് എന്ന് വിളിക്കാം. ഈ ഫിനോമിനനെ ഐസോമെറിസം എന്ന് വിളിക്കാം. ഓക്കെ, ഇനി ഈ ഐസോമെറിസം ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഐസോമെറിസം ഉണ്ട്. അപ്പോൾ നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഐസോമേഴ്സ് ഏതാണെന്ന് നോക്കാം, അല്ലെങ്കിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഐസോമെറിസം ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യം ഞാനൊന്ന് പേര് പറഞ്ഞുതരാം, നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഫസ്റ്റ് ടൈപ്പ് ഓഫ് ഐസോമെറിസം ആണ് ചെയിൻ ഐസോമെറിസം. സെക്കൻഡ് ടൈപ്പ് വരുന്നത് പൊസിഷൻ ഐസോമെറിസം. തേർഡ് ടൈപ്പ് വരുന്നത് ഫങ്ഷണൽ ഐസോമെറിസം. ഫോർത്ത് ടൈപ്പ് വരുന്നത് മെറ്റാമെറിസം. ഇനിയും വേറെ ടൈപ്പ് ഉണ്ട്, എന്നാലും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഈ 4 തരം ഐസോമേഴ്സിനെ പറ്റിയിട്ടാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് ഓരോ ഐസോമേഴ്സ് ആയിട്ട് പരിചയപ്പെടാം. ആദ്യം തന്നെ പഠിക്കാൻ പോകുന്നത് ചെയിൻ ഐസോമെറിസത്തിനെ പറ്റിയിട്ടാണ്. ആ പേര് തന്നെ ഉണ്ട്, ചെയിൻ ഐസോമെറിസം അല്ലെ. നമുക്ക് ഓൾറെഡി അറിയാം എന്താണ് ഐസോമെറിസം എന്നുള്ളത് അല്ലെ. അവർക്ക് എന്തായിരിക്കണം? ഐസോമേഴ്സ് ആവണമെങ്കിൽ മോളിക്യുലർ ഫോർമുല സെയിം ആയിട്ട് വരണം, എന്നാൽ സ്ട്രക്ചർ ഡിഫറെന്റ് ആയിരിക്കണം. സ്ട്രക്ചർ എങ്ങനെയൊക്കെ ഡിഫറെന്റ് ആവാം? ഇതേപോലെ ചെയിനിൽ വരുന്ന ഡിഫറൻസ് ഉണ്ടാവാം അല്ലെ. നമ്മൾ ലോങ് ചെയിൻ എടുക്കുന്നതിൽ വരുന്ന, നമ്മൾ ലോങ് ചെയിൻ കൺസിഡർ ചെയ്യുമ്പോൾ അതിൽ വരുന്ന നമ്പർ ഓഫ് കാർബൺ ആറ്റംസിൽ ഡിഫറൻസ് വരാം. അപ്പൊ ആ കാറ്റഗറിയാണ് ചെയിൻ ഐസോമെറിസം എന്ന് പറയുന്നത് അല്ലെ. അപ്പോ ചെയിനിലായിരിക്കും ഡിഫറൻസ് വരിക. ഓക്കെ, അപ്പോ ചെയിൻ ഐസോമെറിസം എന്താണെന്ന് നോക്കാം. കോമ്പൗണ്ട്സ് ദാറ്റ് ഹാവ് ദ സെയിം മോളിക്യുലർ ഫോർമുല ബട്ട് ഡിഫർ ഇൻ ദ സ്ട്രക്ചർ ഓഫ് കാർബൺ ചെയിൻ. കണ്ടോ, ഈ കാർബൺ ചെയിനിലായിരിക്കും അവിടെ ഡിഫറൻസ് വരുന്നത്. ഓക്കെ, അപ്പൊ അതിനെയാണ് നമ്മൾ ചെയിൻ ഐസോമെറിസം അല്ലെങ്കിൽ ആ കോമ്പൗണ്ടുകളെ ചെയിൻ ഐസോമേഴ്സ് എന്ന് വിളിക്കുന്നു. അപ്പൊ എക്സാമ്പിൾ നോക്കാം. ഇവിടെ കൊടുത്തിരിക്കുന്ന 2 കോമ്പൗണ്ടുകൾ കൊടുത്തിട്ടുണ്ട്. കോമ്പൗണ്ട് 1 എന്താണ്? ബ്യൂട്ടൈൻ ആണ് അല്ലെ. 4 കാർബണാറ്റം ഉണ്ട്. നമുക്ക് 4 കാർബണാറ്റം ആണെങ്കിൽ ബ്യൂട്ടൈൻ ആണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇത് ഒരു കോമ്പൗണ്ട് 4 കാർബണാറ്റം ലോങ് ചെയിൻ ആയിട്ട് അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ചെയിൻ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്ത രണ്ടാമത്തെ കോമ്പൗണ്ട് നോക്കിയേ, അവിടെ എത്ര കാർബണാറ്റംസ് ഉണ്ട്? 1, 2, 3 കാർബണാറ്റമാണ് മെയിൻ ചെയിനിൽ വരുന്നത്. ആ ഒരാൾ എന്തായിട്ട് മാറി? ബ്രാഞ്ച് ആയിട്ട് മാറി അല്ലെ. അപ്പൊ നോക്കുമ്പോൾ മൊത്തത്തിൽ 4 കാർബണാറ്റം തന്നെയാണ്. അപ്പൊ നമുക്ക് ഇത് അപ്പോൾ ഈ 2 കോമ്പൗണ്ട്സും ഐസോമേഴ്സ് ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഇതിന്റെ മോളിക്യുലർ ഫോർമുല എഴുതി നോക്കാം. അപ്പോൾ ആദ്യത്തെ കോമ്പൗണ്ടിന്റെ മോളിക്യുലർ ഫോർമുല നമുക്കൊന്ന് എഴുതി നോക്കാം. മൊത്തം എത്ര കാർബണാറ്റം ഉണ്ട്? 4 കാർബണാറ്റം ഉണ്ട് അല്ലെ. 4 കാർബണാറ്റം ഉണ്ട്. ഇനി ഹൈഡ്രജൻ ഒന്ന് കൗണ്ട് ചെയ്തേ. ഇവിടെ 3 ഹൈഡ്രജൻ, ഇവിടെ 2 ഹൈഡ്രജൻ, 5 ആയി. വീണ്ടും 2, 3, 5 ആയി. അങ്ങനെ ടോട്ടൽ 10 ഹൈഡ്രജൻ. അപ്പോൾ ഇതിന്റെ മോളിക്യുലർ ഫോർമുല, അപ്പോൾ ഫസ്റ്റ് കോമ്പൗണ്ടിന്റെ മോളിക്യുലർ ഫോർമുല C4H10 എന്നതാണ്.
അല്ലെ. ഇനി അടുത്തലോട്ട് പോവാം. അടുത്ത കോമ്പൗണ്ടിന്റെ മോളിക്കുലർ ഫോർമുല ഒന്ന് എഴുതി നോക്കാം. മൊത്തം എത്ര കാർബൺ ഉണ്ട്? 4 കാർബൺ ആറ്റം തന്നെയാണ്. ഇനി ഹൈഡ്രജൻ ഒന്ന് കൗണ്ട് ചെയ്തേ. ഇവിടെ 3 4 അല്ലെ, 4 ഇവിടെ 3 7 7 3 10 അല്ലെ. അങ്ങനെ മൊത്തത്തില് 10 ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ട്. അപ്പോ ഈ രണ്ട് കോമ്പൗണ്ട് നോക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി, രണ്ടിന്റെയും മോളിക്കുലാർ ഫോർമുല സെയിം ആണ് അല്ലെ. മോളിക്കുലാർ ഫോർമുല സെയിം ആണ്. പക്ഷെ എന്താ, കാണുമ്പോൾ നമുക്കത് ഡിഫറെന്റ് ആയിട്ട് തോന്നും. പക്ഷെ എന്താ ഇവർ തമ്മിലുള്ള വ്യത്യാസം? കാർബൺ ചെയിനിൽ വരുന്ന വ്യത്യാസമാണ് അല്ലെ. ഫസ്റ്റ് കോമ്പൗണ്ട് നോക്കുവാണെങ്കിൽ ആ 4 കാർബണും സ്ട്രെയിറ്റ് ചെയിൻ ആയിട്ട് ഒരു ലോങ് ചെയിൻ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. എന്നാൽ സെക്കൻഡ് കോമ്പൗണ്ടിലോട്ട് വരുമ്പോഴേക്കും 3 കാർബൺ അടങ്ങിയ സ്ട്രെയിറ്റ് ചെയിനും അല്ലെങ്കിൽ 3 കാർബൺ അടങ്ങിയ ലോങ് ചെയിനും ഒരു കാർബൺ ബ്രാഞ്ചുമായിട്ട് മാറി. അപ്പൊ ഇവിടെ എന്തിൽ വ്യത്യാസം വന്നു? ചെയിനിൽ വ്യത്യാസം വന്നു, അതായത് സ്ട്രക്ചറിൽ വ്യത്യാസം വന്നു. അതുകൊണ്ട് നമുക്ക് ഈ രണ്ട് കോമ്പൗണ്ടിനെയും എന്തെന്ന് വിളിക്കാം? ചെയിൻ ഐസോമേഴ്സ് എന്ന് വിളിക്കാം. ക്ലിയർ ആണോ? അപ്പൊ നമ്മൾ ഇനി അങ്ങോട്ട് പഠിക്കുന്ന എല്ലാ ഐസോമേഴ്സും നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്ന് വെച്ചാൽ, ആദ്യം ചെയ്യേണ്ടത് ഇതേപോലെ നമ്മൾ മോളിക്കുലാർ ഫോർമുല എഴുതി നോക്കണം. ആദ്യം മോളിക്കുലാർ ഫോർമുല സെയിം ആവണമല്ലോ അല്ലെ. അപ്പൊ മോളിക്കുലാർ ഫോർമുല എഴുതി നോക്കുക. അത് സെയിം ആണെങ്കിൽ പിന്നെ എന്താണ് അതിൽ വന്ന ഡിഫറൻസ്? ചെയിനിൽ വരുന്ന ഡിഫറൻസ് ആണോ, അല്ലെങ്കിൽ പൊസിഷൻ, ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ പൊസിഷനിൽ വരുന്ന ഡിഫറൻസ് ആണോ, അതോ ഫങ്ഷണൽ ഗ്രൂപ്പ് തന്നെ മാറി വന്നോ എന്നൊക്കെ നോക്കിയിട്ട് അത് ഏത് ടൈപ്പ് ഓഫ് ഐസോമേഴ്സ് ആണെന്ന് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് കഴിയും. ഓക്കെ, ഇനി നമ്മൾ ഈ രണ്ട് കോമ്പൗണ്ടിന്റെയും ഒന്ന് IUPAC നെയിം ഒന്ന് പറഞ്ഞു നോക്കിയേ. ഫസ്റ്റ് കോമ്പൗണ്ട് നമുക്കറിയാം എന്താണ്? ബ്യൂട്ടൈൻ ആണ് അല്ലെ. 4 കാർബൺസും സ്ട്രെയിറ്റ് ചെയിൻ ആയിട്ട് വന്നു, അതുകൊണ്ട് എന്താണ്? ബ്യൂട്ടൈൻ ആണെന്ന് പറയാം. ഇനി സെക്കൻഡ് കോമ്പൗണ്ടിന്റെ IUPAC നെയിം ഒന്ന് പറഞ്ഞേ. എന്താണ്? രണ്ടാമത്തെ പൊസിഷനിൽ മീഥൈൻ ഉണ്ട് അല്ലെ. അപ്പൊ നമുക്ക് പറയാം രണ്ടാമത്തെ പൊസിഷനിൽ മീഥൈലാണ്. അപ്പൊ 2 മീഥൈൽ. മൊത്തം സ്ട്രെയിറ്റ് ചെയിനിൽ എത്രയുണ്ട്? പ്രൊപ്പൈൻ അല്ലെ. 3 കാർബൺ ആണുള്ളത്. അപ്പൊ പ്രൊപ്പൈൻ. കണ്ടോ? അപ്പൊ ഐസോമേഴ്സ് എടുക്കുമ്പോൾ അവരുടെ IUPAC നെയിമും മാറി വരും. എന്ത് മാത്രമേ സെയിം ആയിട്ട് വരുള്ളൂ? മോളിക്കുലാർ ഫോർമുല മാത്രം സെയിം ആയിട്ട് വരും. അവരുടെ സ്ട്രക്ചർ ഡിഫറെന്റ് ആയിരിക്കും. സ്ട്രക്ചർ ഡിഫറെന്റ് ആയതുകൊണ്ട് തന്നെ IUPAC നെയിം ഡിഫറെന്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അതിന്റെ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസും ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ ഈ ഒരു ഫിനോമിനനെയാണ് ഐസോമെറിസം എന്ന് വിളിക്കുന്നത്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് നോക്കിയ രണ്ടാമത്തെ കോമ്പൗണ്ടിന്റെ പേര് നമ്മൾ ഓൾറെഡി എഴുതിയതാണ്, 2-methyl propane. ഓക്കെ, ഇനി നമുക്ക് നോക്കേണ്ടത്, അപ്പൊ ഓരോ കോമ്പൗണ്ട് നമ്മുടെ കയ്യിൽ തരുന്ന ഒരു കോമ്പൗണ്ടിന് എത്ര ഐസോമേഴ്സ് പോസിബിൾ ആണ് എന്ന് നമുക്ക് നോക്കാം അല്ലെ. ചിലപ്പോൾ ഒരു കോമ്പൗണ്ടിന് ഒരു ഐസോമർ മാത്രമായിരിക്കില്ല ഉണ്ടാവുന്നത്, ഒന്നിലേറെ ഐസോമേഴ്സ് ഉണ്ടാവാം. അപ്പൊ നോക്കിയ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പരിചയപ്പെടാം. ഹൗ മെനി ചെയിൻ ഐസോമേഴ്സ് ആർ പോസിബിൾ ഫോർ ദ കോമ്പൗണ്ട് ഹെക്സെയിൻ? ഹെക്സെയിൻ എന്ന് പറയുന്ന കോമ്പൗണ്ടിന് എത്ര ഐസോമേഴ്സ് പോസിബിൾ ആണ് എന്ന് നോക്കാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ഈ ഹെക്സൈന്റെ കാർബൺ ചെയിൻ ഇവിടെ ചോദിച്ചിട്ടുണ്ട്. ചെയിൻ ഐസോമേഴ്സ് ആണ് അല്ലെ. ചെയിൻ ഐസോമേഴ്സ് ആണ്. അപ്പോ ഹെക്സൈന് എത്ര ചെയിൻ ഐസോമേഴ്സ് പോസിബിൾ ആണ് എന്നാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഓരോ കോമ്പൗണ്ടുകളായിട്ട് എഴുതി നോക്കണം. നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ഹെക്സൈൻ എന്ന് പറയുമ്പോൾ 6 കാർബൺ ആറ്റം അല്ലേ. ഈ 6 കാർബൺ ആറ്റവും ലോങ് ചെയിൻ ആയിട്ട് വരുന്ന ഹെക്സൈനെ വരയ്ക്കാം. അപ്പൊ നോക്കിയേ, CH3 CH2 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 CH3 അല്ലെ. 6 കാർബൺ ആറ്റമായല്ലോ. ഇതാണ് നമ്മുടെ ഹെക്സൈൻ. ഇനി ഇതിന് എത്ര ഐസോമേഴ്സ് പോസിബിൾ ആണ്, എത്ര ചെയിൻ ഐസോമേഴ്സ് പോസിബിൾ ആണ് എന്ന് നോക്കാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഈ കാർബണയൊക്കെ ഓരോ പൊസിഷനിൽ ബ്രാഞ്ച് ആയിട്ട് ഇട്ട് കൊടുത്ത് നോക്കാം അല്ലെ. അപ്പൊ ഇപ്പൊ നമ്മുടെ മെയിൻ ചെയിനിൽ 6 കാർബൺ ആറ്റം ആണ്. ഇനി ഞാനൊന്ന് 5 കാർബൺ ആറ്റം ഉള്ള മെയിൻ ചെയിൻ വരയ്ക്കാം. ഓക്കെ, 5 കാർബൺ ആറ്റം എന്ന് പറയുമ്പോൾ CH3 CH CH2 CH2 CH3 ഇതിൽ 5 കാർബൺ ആറ്റം ആണ്. എന്നിട്ട് ഒരു ബ്രാഞ്ച് ആയിട്ട് ഞാൻ CH3 കൊടുത്തു. ഓക്കെ, കൗണ്ട് ചെയ്ത് നോക്കാം. നമുക്ക് മോളിക്കുലർ ഫോർമുല സെയിം ആണോ നോക്കാം. ഫസ്റ്റ് കാർബണിൽ ഹെക്സൈൻ എന്ന് പറയുമ്പോൾ എത്രയാണ്? ഹെക്സൈന്റെ മോളിക്കുലർ ഫോർമുല എങ്ങനെയാ വരുന്നത്? C6H14 അല്ലെ. നമുക്കറിയാം ആൽക്കെയിൻ ആണെങ്കിൽ വരുന്ന ഫോർമുല CnH2n+2 അല്ലെ. അങ്ങനെ മൊത്തത്തിൽ ഹൈഡ്രജൻ എണ്ണുമ്പോൾ C6H14 എന്നാണ് ഹെക്സൈന്റെ മോളിക്കുലർ ഫോർമുല. നമ്മൾ ഇപ്പോ എഴുതിയ ഈ കോമ്പൗണ്ടിന്റെ മോളിക്കുലർ ഫോർമുല എന്ന് നോക്കാം. മൊത്തത്തിൽ 6 കാർബൺ തന്നെയാണ് വരുന്നത് അല്ലെ. അപ്പൊ C6. ഇനി ഹൈഡ്രജൻ ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കാം. ഇവിടെ 3 ഇവിടെ 3 ഇവിടെ 3 മൊത്തം 9 ആയി അല്ലെ. പിന്നെ 10 പിന്നെ 2+2 4. അപ്പോ 10+4 14 ആയില്ലേ. അപ്പൊ ഹൈഡ്രജൻ 14. രണ്ടിന്റെ മോളിക്കുലർ ഫോർമുല സെയിം അല്ലേ. അപ്പോ ഹെക്സൈന്റെ ഒരു ഐസോമർ ആണ് നമ്മളിപ്പോ വരച്ചത് അല്ലെ. ഒരു ഐസോമർ നമ്മൾ വരച്ചു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ IUPAC നെയിമും കൂടെ ഒന്ന് എഴുതി നോക്കാം. രണ്ടാമത്തെ പൊസിഷനിലാണ് ബ്രാഞ്ച് വരുന്നത്. അപ്പോൾ 2-methyl. മെയിൻ ചെയിനിൽ എത്ര കാർബൺ ആറ്റംസ് വരുന്നുണ്ട്? 5 വരുന്നുണ്ട്. അപ്പൊ ഇതിന്റെ IUPAC നെയിം എന്താണ്? 2-methyl pentane അല്ലെ.
അപ്പോ 2-methyl pentane എന്നതാണ് ഈ ഒന്നാമത്തെ ചെയിൻ ഐസോമറിന്റെ IUPAC നെയിം. അപ്പോ ഈ ഹെക്സൈന് ഈ ഒരു ഐസോമർ മാത്രമല്ല പോസിബിൾ ആയിട്ടുള്ളത്, ഇനിയും ഐസോമേഴ്സ് പോസിബിൾ ആണ്. നമുക്ക് അടുത്ത സ്ട്രക്ചർ വരച്ചു നോക്കാം. ഇപ്പൊ നമ്മൾ രണ്ടാമത്തെ പൊസിഷനിലല്ലേ മീഥൈൽ ബ്രാഞ്ച് ആക്കി ഇട്ടത്. ഇനി നമുക്കതിനെ മൂന്നാമത്തെ പൊസിഷനിലോട്ട് ഇട്ട് നോക്കാം. അപ്പൊ കോമ്പൗണ്ട് എങ്ങനെ വരുന്നു? CH3 CH2 CH CH2 CH3 അല്ലെ. മൊത്തം മെയിൻ ചെയിനിൽ 5 കാർബൺ ആറ്റംസ് ആയി. ഇനി മൂന്നാമത്തെ പൊസിഷനിൽ ഞാൻ എന്തിടുന്നു? മീഥൈൽ ഗ്രൂപ്പിനെ ഇട്ട് കൊടുക്കുന്നു. ഇനി ഇതിന്റെ മോളിക്കുലർ ഫോർമുല നോക്കാം. കാർബൺ മൊത്തത്തിൽ 6 തന്നെയാണ്. ഇനി ഹൈഡ്രജനെ കൗണ്ട് ചെയ്തേ. 3 3 3 9 അല്ലെ. ഇവിടെ 1 10, പിന്നെ 2 2 14, അങ്ങനെ 14 ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ട്. അപ്പൊ ഈ മോളിക്കുലർ ഫോർമുല എന്ത് തന്നെയാണ്? നമ്മൾ നേരത്തെ കണ്ട C6H14 തന്നെയാണ് അല്ലെ. അപ്പൊ മോളിക്കുലർ ഫോർമുല സെയിം ആയി, സ്ട്രക്ചർ ഡിഫറെന്റ് അല്ലേ. ഇവിടെ എത്രാമത്തെ കാർബൺ ആറ്റത്തിലാണ് ബ്രാഞ്ച് വരുന്നത്? മൂന്നാമത്തെ കാർബൺ ആറ്റത്തിലാണ് ബ്രാഞ്ച് വരുന്നത് അല്ലെ. അപ്പൊ ഇതിന്റെ IUPAC നെയിം എന്ന് പറഞ്ഞേ. എന്തായിരിക്കും IUPAC നെയിം വരിക? 3-methyl pentane. 5 കാർബൺ ആണ് മെയിൻ ചെയിനിൽ വരുന്നത്. അപ്പോ 3-methyl pentane അല്ലെ. അപ്പൊ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ചെയിൻ ഐസോമർ. ആയി. ഇനിയും പോസിബിൾ ആണോ നോക്കാം അല്ലെ. ഹെക്സൈൻ ആണ് കോമ്പൗണ്ട്. ഇനിയും ഇതിന് ചെയിൻ ഐസോമേഴ്സ് പോസിബിൾ ആണോ നോക്കാം. ഇപ്പൊ നമ്മൾ മൂന്നാമത്തെ പൊസിഷനിലല്ലേ ബ്രാഞ്ച് ഇട്ടത്. ഇനി നമുക്ക് തൊട്ടടുത്ത കാർബണിലോട്ട് ഇട്ട് നോക്കാം. പക്ഷെ അവിടെ ഇടുമ്പോൾ ഒരു പ്രശ്നം. ഞാൻ എന്താ ഇവിടെ നിന്ന് മാറ്റിയിട്ട് ഈ കാർബൺ ആറ്റത്തിലോട്ടാണ് CH3 ഇടാൻ പോകുന്നത് അല്ലെ. പക്ഷെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, ഇങ്ങനെ ഞാൻ CH3 ഇടുമ്പോൾ ഇതിന്റെ പേര്, ഇതിന്റെ IUPAC നെയിം എങ്ങനെയാ വരുന്നത്? നമ്മൾ നമ്പറിങ് ചെയ്യുമ്പോൾ ഇവിടെ നിന്നായിരിക്കും കൗണ്ട് ചെയ്യുക അല്ലെ. 1 2 പിന്നെ 3 4 5 അങ്ങനെ ആവും അല്ലെ. അങ്ങനെ ഈ കോമ്പൗണ്ടിന്റെ പേര് എന്താവും? രണ്ടാമത്തെ പൊസിഷനിലാണ് മീഥൈൽ ഗ്രൂപ്പ് വരുന്നത്. അപ്പോൾ 2-methyl pentane എന്ന് തന്നെയാവും. അത് നമ്മൾ ഓൾറെഡി നേരത്തെ എഴുതിയതാണ്, 2-methyl pentane. ഓക്കെ. അപ്പോ ഈ കോമ്പൗണ്ട് 2-methyl pentane തന്നെയാണ് വരുന്നത് അല്ലെ. അതായത് ഈ ഒന്നാമത് നമ്മൾ എഴുതിയ ഈ കോമ്പൗണ്ടും ഇപ്പൊ നമ്മൾ എഴുതിയത് ഈ കോമ്പൗണ്ടും എന്തായി മാറും? സെയിം ആയിട്ട് മാറും. അപ്പൊ ഈ രീതിയിൽ ഒരു പോസിബിലിറ്റി ഇല്ല. കാരണം നമ്മൾ കാർബൺ ആറ്റം ഇങ്ങനെ മാറ്റിയിട്ട് കൊടുക്കുമ്പോൾ രണ്ടും സെയിം ആയിട്ട് വന്നാൽ നമ്മൾ അതിൽ നിന്ന് ഒന്ന് എടുത്താൽ മതി അല്ലെ. ഇതെന്തല്ല, ഇത് എന്റെ ഒരു ഐസോമർ അല്ല. കാരണം നേരത്തെ അതേ കോമ്പൗണ്ട്, നേരത്തെ സെയിം കോമ്പൗണ്ട് ആണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് ചെയിൻ ഐസോമർ ആയിട്ട് കൂട്ടാൻ കഴിയില്ല. ഇനി അപ്പൊ നമ്മൾ നേരത്തെ എഴുതിയ കോമ്പൗണ്ട് തന്നെ നമുക്ക് എഴുതാം. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നതാണ്. അപ്പൊ ഇവിടെ ആയിരുന്നു നമ്മൾ നേരത്തെ CH3 ഇട്ടത് അല്ലെ. ഇതാണ് 3-methyl pentane. ഇനി വേറെ ഏതെങ്കിലും രീതിയിൽ പോസിബിൾ ആണോ നോക്കാം. ഇപ്പൊ നമ്മൾ 5 കാർബൺ അല്ലേ മെയിൻ ചെയിനിൽ ഇട്ടത്. ഇനി 4 കാർബൺ മെയിൻ ചെയിൻ ആയിട്ടും 2 പേരെ ബ്രാഞ്ച് ആയിട്ടും ഒന്ന് ഇട്ട് നോക്കാം. ഓക്കെ. അപ്പൊ 4 കാർബൺ ആറ്റം ആയിരിക്കും മെയിൻ ചെയിൻ ആയിട്ട് വരുന്നത് അല്ലെ. ഇപ്പൊ CH CH CH3 4 കാർബൺ ആറ്റത്തിനെ മെയിൻ ചെയിൻ ആയിട്ടും 2 പേരെ ബ്രാഞ്ച് ആയിട്ടും ഇട്ടു. ഓക്കെ. അപ്പൊ ഈ കോമ്പൗണ്ടിന്റെ മോളിക്കുലർ ഫോർമുല ഒന്ന് എഴുതി നോക്കാം. മൊത്തത്തിൽ എത്ര കാർബൺ തന്നെയാണ്? 6 കാർബൺ തന്നെയാണ്. ഇനി ഹൈഡ്രജൻ ഒന്ന് കൗണ്ട് ചെയ്തേ. 3 6 9 12 13 14 അല്ലെ. അങ്ങനെ മൊത്തത്തിൽ 14 ഹൈഡ്രജൻ ആറ്റംസ് വന്നു. അങ്ങനെ മോളിക്കുലർ ഫോർമുല സെയിം ആയി. ഇതിന്റെ IUPAC നെയിം ഒന്ന് എഴുതി നോക്കാം. ഏതൊക്കെ പൊസിഷനിലാണ് ബ്രാഞ്ച് വന്നിട്ടുള്ളത്? 1 2 3 4 അല്ലെ. ഏതൊക്കെ പൊസിഷനിലാണ് ബ്രാഞ്ച് വന്നിട്ടുള്ളത്? 2ലും 3ലും ബ്രാഞ്ച് വന്നു. അപ്പോ നമുക്ക് എങ്ങനെ IUPAC നെയിം എഴുതാം? 2,3 അല്ലെ. രണ്ടിടത്ത് ബ്രാഞ്ച് വന്നു അല്ലെ. രണ്ടും മീഥൈൽ ബ്രാഞ്ച് ആണെങ്കിൽ നമ്മൾ എന്ത് ചേർക്കുന്ന കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്? ഡൈമീഥൈൽ അല്ലെ. ഇനി മെയിൻ ചെയിനിൽ ആരാ വരുന്നത്? ബ്യൂട്ടേൻ. അപ്പൊ 2,3 ഡൈമീഥൈൽ ബ്യൂട്ടേൻ ആണ് മൂന്നാമത്തെ ചെയിൻ ഐസോമർ. ക്ലിയർ ആണോ? അപ്പൊ മൂന്നാമത്തെ ചെയിൻ ഐസോമർ നമുക്ക് കിട്ടി. ഇനിയും പോസിബിൾ ആണോ എന്ന് നോക്കാം. ഓക്കെ, 3 എണ്ണം കിട്ടി. ഇനിയും ഹെക്സൈന് വേറെ ഏതെങ്കിലും രീതിയിൽ ചെയിൻ ഐസോമേഴ്സ് പോസിബിൾ ആണോ നോക്കാം. അപ്പൊ ഇനി ഞാൻ വീണ്ടും മെയിൻ ചെയിനിൽ എത്ര കാർബൺ ആറ്റം തന്നെ ഇടുന്നു? 4 കാർബൺ ആറ്റം തന്നെ ഇടുന്നു. CH2 CH3 മെയിൻ ചെയിനിൽ 4 കാർബൺ ആറ്റം തന്നെയാണ്. എന്നാൽ ബ്രാഞ്ച് ആയിട്ട് ഞാൻ ഒരേ പൊസിഷനിലാണ് നമ്മുടെ മീഥൈൽ ഗ്രൂപ്പിനെ പ്ലേസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ മോളിക്കുലർ ഫോർമുല ഒന്ന് എഴുതി നോക്കാം. മൊത്തം എത്ര കാർബൺ ആറ്റമായി? 1 2 3 4 5 6 അല്ലെ. 6 കാർബൺ ആറ്റംസ് ആയി. ഇനി ഹൈഡ്രജനെ ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കാം. നോക്കിയേ, 3 6 9 12. ഇവിടെ ഹൈഡ്രജൻ ആറ്റം ഒന്നുമില്ല, കണ്ടോ? 14. അങ്ങനെ H14. ഓക്കെ,
ഓക്കെ, അപ്പൊ ഇവിടെ മോളിക്കുലാർ ഫോർമുല സെയിം ആയി അല്ലെ, മോളിക്കുലാർ ഫോർമുല സെയിം ആയി, സ്ട്രക്ചർ ഡിഫറെന്റും ആയി. ഇതിന്റെ നെയിം എങ്ങനെ വരും? രണ്ടാമത്തെ പൊസിഷനിൽ അല്ലെ. ഇതിന്റെ IUPAC നെയിം ഒന്ന് എഴുതി നോക്കാം. അപ്പൊ ബ്രാഞ്ച് വരുന്ന പൊസിഷൻ എവിടെയൊക്കെയാണ്? 1, 2. 2ലാണ് 2 ബ്രാഞ്ചും വന്നിട്ടുള്ളത് അല്ലെ. രണ്ടാമത്തെ പൊസിഷനിൽ 2 തവണ മീഥൈൽ ഗ്രൂപ്പ് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ നെയിമിംഗ് നമ്മൾ എങ്ങനെയാ കൊടുക്കുക? 2,2 ഡൈ മീഥൈൽ അല്ലെ. മെയിൻ ചെയിനിൽ 4 കാർബൺ ആറ്റം അല്ലേ, അപ്പോ ബ്യൂട്ടേൻ. ഓക്കെ, അപ്പോ 2,2 ഡൈമീഥൈൽ ബ്യൂട്ടേൻ എന്നതാണ് നമ്മുടെ 4ാമത്തെ ചെയിൻ ഐസോമർ. ഓക്കെ, അങ്ങനെ 4ാമത്തെ ഐസോമറും നമ്മൾ വരച്ചു കഴിഞ്ഞു അല്ലെ. അപ്പൊ ഇനി ഏതെങ്കിലും രീതിയിൽ നമുക്ക് ഹെക്സൈനെ മാറ്റാൻ പറ്റുമോ? ഇനി ഹെക്സൈനെ വേറൊരു രീതിയിലും സ്ട്രക്ചർ ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റില്ല അല്ലെ. അതായത് ഇനി നമ്മൾ എങ്ങനെ ചേഞ്ച് ചെയ്താലും നമ്മൾ ഇപ്പോൾ എഴുതിയ ഏതെങ്കിലുമൊക്കെ സ്ട്രക്ചർ തന്നെയായിരിക്കും റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. അപ്പൊ നമുക്ക് അത് എടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ നമുക്ക് ഹെക്സൈന് മൊത്തത്തിൽ 4 സ്ട്രക്ചർ അല്ലെ, 4 അല്ല, നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഈ ഹെക്സൈൻ അല്ലെ, നമ്മൾ ലോങ് ചെയിൻ എഴുതിയില്ലേ, അതും കൂടെ ചേർത്തിട്ട് 5 ചെയിൻ ഐസോമേഴ്സ് പോസിബിൾ ആണെന്ന് പറയാം. ഓക്കെ, അപ്പോ ഹെക്സൈന് ടോട്ടൽ 5 ചെയിൻ ഐസോമേഴ്സ് പോസിബിൾ ആണ്. ഏതൊക്കെയാണ്? 1 നമ്മുടെ ഹെക്സൈൻ, 2 ഏതാണ്? 2 മീഥൈൽ പെന്റേൻ, 3 ഏതാണ്? 3 മീഥൈൽ പെന്റേൻ, 4 2,3 ഡൈമീഥൈൽ ബ്യൂട്ടേൻ, 5 2,2 ഡൈമീഥൈൽ ബ്യൂട്ടേൻ. ഇങ്ങനെ 5 ചെയിൻ ഐസോമേഴ്സ് ആണ് ഹെക്സൈന് പോസിബിൾ ആയിട്ടുള്ളത്. ക്ലിയർ ആണോ? അപ്പൊ ഇതേപോലെ നമ്മൾ ഡിഫറെന്റ് ആയിട്ട് സ്ട്രക്ചർ മാറ്റി മാറ്റി ഇട്ട് കൊടുക്കുക. ഒപ്പം IUPAC നെയിമും കൂടെ ഒന്ന് നോക്കുക. IUPAC നെയിം സെയിം ആയിട്ട് വന്നാൽ നമ്മൾ അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ അതിൽ നിന്ന് ഒരെണ്ണം മാത്രം ഐസോമർ ആയിട്ട് സെലക്ട് ചെയ്താൽ മതി. ഓക്കെ, അങ്ങനെ നെക്സ്റ്റ് എക്സാമ്പിളിലോട്ട് പോവാം. ഇനി നോക്കിയേ, നമ്മളിപ്പോ ഹെക്സൈന്റെ ചെയിൻ ഐസോമേഴ്സ് ആണ് നോക്കിയത് അല്ലെ. ഇനി പെന്റൈന്റെ ചെയിൻ ഐസോമേഴ്സും കൂടെ ഒന്ന് നോക്കാം. നോക്കി, ഇവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. പെന്റൈന് ഏതൊക്കെ ചെയിൻ ഐസോമേഴ്സ് ആണ് പോസിബിൾ എന്ന് നോക്കാം. ഓക്കെ, ആദ്യം നമുക്ക് പെന്റൈനെ സ്ട്രൈറ്റ് ചെയിൻ ആയിട്ട് എഴുതാം. അതായത് നമ്മൾ സ്ട്രൈറ്റ് ചെയിൻ ആയിട്ട് എഴുതുമ്പോൾ N പെന്റൈൻ എന്ന് പറയും. അതായത് സ്ട്രൈറ്റ് ചെയിൻ ആയിട്ട് പോകുന്നതിനെ N പെന്റൈൻ എന്ന് പറയും. ഇനി നമുക്ക് എന്ത് ചെയ്യാം? 4 എണ്ണത്തിനെ സ്ട്രൈറ്റ് ചെയിൻ ആയിട്ടും 1നെ ബ്രാഞ്ച് ആയിട്ട് കൊടുത്താൽ 2 മീഥൈൽ ബ്യൂട്ടേൻ എന്ന് വരും അല്ലെ. 2 മീഥൈൽ ബ്യൂട്ടൻ എന്ന് വരും. ഇനി എന്ത് ചെയ്യാം? 3 എണ്ണത്തിനെ ചെയിൻ ആയിട്ട് കൊടുത്തിട്ട് 3 എണ്ണം ലോങ് ചെയിൻ ആയിട്ട് കൊടുത്തിട്ട് 2 എണ്ണം ബ്രാഞ്ച് ആയിട്ട് എഴുതിയാൽ അല്ലെ, 2 മീഥൈൽ ഗ്രൂപ്പ് ബ്രാഞ്ച് ആയിട്ട് എഴുതിയാൽ എങ്ങനെ വരും? IUPAC നെയിം 2,2 ഡൈമീഥൈൽ പ്രൊപ്പേൻ എന്ന് വരും. അപ്പൊ ഈ 3 എണ്ണമാണ് പെന്റൈന്റെ ചെയിൻ ഐസോമേഴ്സ്. അപ്പൊ ചെയിൻ ഐസോമേഴ്സ് എഴുതാൻ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പോൾ ഇതേപോലുള്ള എക്സാമ്പിൾസ് ചെയ്ത് പഠിക്കുക. അങ്ങനെ നമുക്ക് ചെയിൻ ഐസോമേഴ്സ് ഏതൊരു കോമ്പൗണ്ട് തന്നാലും നമുക്ക് അതിൽ നിന്ന് ചെയിൻ ഐസോമേഴ്സ് എഴുതാനായിട്ട് കഴിയും. ഓക്കെ, നെക്സ്റ്റ് ഐസോമറിസം ആണ് പൊസിഷൻ ഐസോമറിസം. നമുക്ക് ഈ ഐസോമറിസം എന്താണെന്നുള്ളത് അതിന്റെ പേരിൽ നിന്ന് തന്നെ നമുക്ക് ക്ലൂ കിട്ടും അല്ലെ. ചെയിൻ ഐസോമേഴ്സ് എന്ന് പറഞ്ഞപ്പോൾ ചെയിനിലായിരുന്നു വ്യത്യാസം അല്ലെ. അപ്പൊ പൊസിഷൻ ഐസോമറിസം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? പൊസിഷനിൽ വ്യത്യാസം വരുന്നു. എന്തിന്റെ പൊസിഷനിൽ? ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ പൊസിഷനിൽ ഡിഫറൻസ് വരുന്നതിനെയാണ് പൊസിഷൻ ഐസോമേഴ്സ് അല്ലെങ്കിൽ ആ ഫിനോമിനനെ പൊസിഷൻ ഐസോമറിസം എന്ന് വിളിക്കുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. വെൻ 2 കോമ്പൗണ്ട്സ് ഹാവ് എപ്പോഴും സെയിം മോളിക്കുലാർ ഫോർമുല തന്നെ വരണം ആൻഡ് സെയിം ഫങ്ഷണൽ ഗ്രൂപ്പ് ആയിരിക്കണം. ഇവിടെ ഫങ്ഷണൽ ഗ്രൂപ്പ് മാറാൻ പാടില്ല, ഫങ്ഷണൽ ഗ്രൂപ്പ് സെയിം ആയിരിക്കണം. എന്നാൽ അതിന്റെ പൊസിഷൻ ആയിരിക്കണം ഡിഫറെന്റ് ആയിട്ട് വരേണ്ടത് അല്ലെ. ബട്ട് ഡിഫർ ഇൻ ദ പൊസിഷൻ ഓഫ് ദ ഫങ്ഷണൽ ഗ്രൂപ്പ് ദേ ആർ കോൾഡ് പൊസിഷൻ ഐസോമേഴ്സ്. അവരെ നമ്മൾ പൊസിഷൻ ഐസോമേഴ്സ് എന്ന് വിളിക്കുന്നു. ആ ഫിനോമിനനെ പൊസിഷൻ ഐസോമറിസം എന്ന് വിളിക്കുന്നു. അപ്പോ ഇവിടെ എന്തൊക്കെ മാറാൻ പാടില്ല? മോളിക്കുലാർ ഫോർമുല മാറാൻ പാടില്ല, ഫങ്ഷണൽ ഗ്രൂപ്പും മാറാൻ പാടില്ല. അതായത് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ആണെങ്കിൽ ആ 2 കോമ്പൗണ്ടിനും ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് തന്നെ വരണം. അല്ലെങ്കിൽ കാർബോക്സിലിക് ആസിഡ് ആയിട്ടാണ് വരുന്നതെങ്കിൽ അതിന് 2നും ആ ഫങ്ഷണൽ ഗ്രൂപ്പ് തന്നെ വരണം, സെയിം ഫങ്ഷണൽ ഗ്രൂപ്പ് തന്നെ വരണം. എന്നാൽ ആ ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ പൊസിഷൻ ആയിരിക്കണം ഡിഫറെന്റ് ആയിട്ട് വരേണ്ടത്. ഓക്കെ, അപ്പോൾ എക്സാമ്പിൾസ് നോക്കാം. അപ്പൊ 2 കോമ്പൗണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ വന്നിരിക്കുന്ന ഫങ്ഷണൽ ഗ്രൂപ്പ് ആരാണ്? OH ആണ് അല്ലെ. 2ലും വന്നിട്ടുള്ളത് OH ആണ്, അതായത് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ആണ്. അപ്പൊ ഫങ്ഷണൽ ഗ്രൂപ്പ് മാറിയിട്ടില്ല, പക്ഷേ അതിന്റെ എന്ത് മാറി? പൊസിഷൻ മാറി അല്ലെ. ഫസ്റ്റ് കോമ്പൗണ്ടിന് 1ാമത്തെ പൊസിഷനിലാണ് ഫങ്ഷണൽ ഗ്രൂപ്പ്, സെക്കൻഡ് കോമ്പൗണ്ടിന് 2ാമത്തെ പൊസിഷനിലാണ് ഫങ്ഷണൽ ഗ്രൂപ്പ്. അങ്ങനെ 2ന്റെയും ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ പൊസിഷൻ മാറി വന്നു. അതുകൊണ്ട് മാത്രം നമുക്ക് ഇവരെ പൊസിഷൻ ഐസോമേഴ്സ് എന്ന് വിളിക്കാൻ കഴിയില്ല. മോളിക്കുലാർ ഫോർമുല സെയിം ആണോ എന്ന് ചെക്ക് ചെയ്യണ്ടേ? അപ്പൊ മോളിക്കുലാർ ഫോർമുല എഴുതാം. ആദ്യത്തെ കോമ്പൗണ്ട് മോളിക്കുലാർ ഫോർമുല വരുന്നത് എത്ര കാർബൺ ആറ്റം ഉണ്ട്? 2, 3 അല്ലെ. 3 കാർബൺ ആറ്റംസ് ഉണ്ട്. അപ്പോ C
3. ഇനി എത്ര ഹൈഡ്രജൻ ഉണ്ട്? 3, 2, 5, 2, 7. ഇവിടെ ഒരു ഹൈഡ്രജനും കൂടെ ഉണ്ട്. അങ്ങനെ 8 ഹൈഡ്രജൻ ആറ്റംസ് അല്ലേ? അപ്പോൾ ഹൈഡ്രജൻ 8. ഇനി ഒരേ ഒരു ഓക്സിജൻ മാത്രം ഉണ്ട്. അപ്പോൾ ഒന്നാമത്തെ കോമ്പൗണ്ടിന്റെ മോളിക്കുലർ ഫോർമുല C3H8O എന്നാണ് വരുന്നത്. ഇനി രണ്ടാമത്തെ കോമ്പൗണ്ടിന്റെ മോളിക്കുലർ ഫോർമുലയും കൂടെ ഒന്ന് എഴുതി നോക്കാം. അവിടെയും എത്ര കാർബൺ ആറ്റമാണ് വരുന്നത്? 1, 2, 3 അല്ലെ? അങ്ങനെ C3 തന്നെയാണ്. ഇനി ഹൈഡ്രജൻ ആറ്റം ഒന്ന് കൗണ്ട് ചെയ്തേ. 3, 3, 6, 1, 7, 1, 8 അല്ലെ? അങ്ങനെ 8 ഹൈഡ്രജൻ ആറ്റവും ഒരു ഓക്സിജൻ ആറ്റവും വന്നു. അപ്പോൾ രണ്ട് കോമ്പൗണ്ടിന്റെയും മോളിക്കുലർ ഫോർമുല സെയിം ആയി, ഫങ്ഷണൽ ഗ്രൂപ്പ് സെയിം ആയി, എന്നാൽ ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ പൊസിഷൻ മാത്രം മാറി വന്നു. അതുകൊണ്ട് ഈ രണ്ട് കോമ്പൗണ്ടിനെ നമുക്ക് എന്ത് വിളിക്കാം? പൊസിഷൻ ഐസോമേഴ്സ് എന്ന് വിളിക്കാം അല്ലെ? ഇനി നമുക്ക് ഈ രണ്ട് കോമ്പൗണ്ടിന്റെയും IUPAC നെയിമും കൂടെ ഒന്ന് എഴുതി നോക്കാം. ഫസ്റ്റത്തെ കോമ്പൗണ്ടിന് ഒന്നാമത്തെ കാർബൺ ആറ്റത്തിലാണ് OH ഗ്രൂപ്പ് വരുന്നത്. OH ഗ്രൂപ്പ് വന്നാൽ നമ്മൾ ലാസ്റ്റ് ചേർക്കുന്ന സഫിക്സ് എന്താണ്? ഓൾ എന്ന് ചേർക്കും അല്ലെ? അങ്ങനെയാണെങ്കിൽ പ്രൊപ്പാൻ 1 ഓൾ ഒന്നാമത്തെ പൊസിഷനിൽ OH ഗ്രൂപ്പ് വരുന്നത് കൊണ്ട് പ്രൊപ്പാൻ 1 ഓൾ എന്നോ പ്രൊപ്പനോൾ എന്നോ വിളിക്കാം. അടുത്ത രണ്ടാമത്തെ കോമ്പൗണ്ട് IUPAC നെയിം എങ്ങനെ വരും? രണ്ടാമത്തെ പൊസിഷനിലാണ് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് വന്നത്. അപ്പൊ പ്രൊപ്പാൻ 2 ഓൾ. ക്ലിയർ ആണോ? അപ്പൊ ഇവിടെ ഫങ്ഷണൽ ഗ്രൂപ്പ് മാറാൻ പാടില്ല. അത് നോട്ട് ചെയ്ത് പഠിക്കണം. ഫങ്ഷണൽ ഗ്രൂപ്പ് സെയിം ആയിട്ട് തന്നെ വരണം. അതിന്റെ പൊസിഷൻ മാത്രമാണ് മാറി വരേണ്ടത്. ഒരു എക്സാമ്പിളും കൂടെ നോക്കാം. നോക്കിയേ, അടുത്ത എക്സാമ്പിൾ കൊടുത്തിട്ടുള്ളത് കണ്ടോ? അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട് ആണ് അല്ലെ? അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്? പൊസിഷൻ ഐസോമേഴ്സ് ആവണമെങ്കിൽ ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ പൊസിഷൻ മാറി വരണമെന്നാ പറഞ്ഞല്ലേ? ഫങ്ഷണൽ ഗ്രൂപ്പ് മാത്രമല്ല, ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും ഇതിൽ ഉൾപ്പെടും. അതായത് ഡബിൾ ബോണ്ടിന്റെ പൊസിഷൻ മാറി വരുന്നതും ട്രിപ്പിൾ ബോണ്ടിന്റെ പൊസിഷൻ മാറി വരുന്നതും എന്ത് തന്നെയാണ്? പൊസിഷൻ ഐസോമേഴ്സ് തന്നെയാണ്. അപ്പോൾ ഈ എക്സാമ്പിൾ നോക്കിയേ. ഫസ്റ്റ് കോമ്പൗണ്ടില് എത്രാമത്തെ പൊസിഷനിലാണ് ഡബിൾ ബോണ്ട് വരുന്നത്? ഒന്നാമത്തെ പൊസിഷനിലാണ് അല്ലെ? ഒന്നാമത്തെ പൊസിഷനിൽ ഡബിൾ ബോണ്ട് വരുന്നു. രണ്ടാമത്തെ കോമ്പൗണ്ടിലാണെങ്കിലോ 1, 2, 3, 4 അങ്ങനെ രണ്ടാമത്തെ പൊസിഷനിൽ എന്ത് വരുന്നു? ഡബിൾ ബോണ്ട് വരുന്നു. ഇനി നമുക്ക് ഇവിടെ മോളിക്കുലർ ഫോർമുല ഒന്ന് എഴുതി നോക്കാം. ആദ്യത്തെ കോമ്പൗണ്ടിന്റെ മോളിക്കുലർ ഫോർമുല 4 കാർബൺ ആറ്റമാണുള്ളത്. എത്ര ഹൈഡ്രജൻ ഉണ്ട്? 3, 2, 5, 1, 6. ഇവിടെ രണ്ടെണ്ണം കൂടെ വരുമ്പോൾ 8 അല്ലെ? അങ്ങനെ 8 ഹൈഡ്രജൻ ആറ്റംസ്. ഓക്കെ, ഇവിടെ ആണെങ്കിലോ ഇവിടെയും 4 കാർബൺ ആറ്റം വരുന്നു. ഹൈഡ്രജൻ ആറ്റം ഒന്ന് കൗണ്ട് ചെയ്തേ. 3, 1, 4, 5, 5, 3, 8 അങ്ങനെ H8. അപ്പോൾ രണ്ടിന്റെയും മോളിക്കുലർ ഫോർമുല C4H8 എന്ന് വന്നു. ഒപ്പം തന്നെ വന്നതാരാണ്? ഡബിൾ ബോണ്ട് ആണ് അല്ലെ? രണ്ടിലും വന്നത് ഡബിൾ ബോണ്ട് ആണ്. പിന്നെ എന്ത് മാത്രം ഡിഫറെന്റ് ആയിട്ട് വന്നത്? ഈ ഡബിൾ ബോണ്ടിന്റെ പൊസിഷൻ മാത്രം ഡിഫറെന്റ് ആയിട്ട് വന്നു. അങ്ങനെയാണെങ്കിൽ തന്നിരിക്കുന്ന രണ്ട് കോമ്പൗണ്ടും എന്തിന് എക്സാമ്പിൾ ആണ്? പൊസിഷൻ ഐസോമേഴ്സിന് എക്സാമ്പിൾ ആണ്. ഇനി ഒന്ന് IUPAC നെയിം എഴുതി നോക്കാം. ഫസ്റ്റത്തെ കോമ്പൗണ്ട് IUPAC നെയിം എന്താണ്? ബ്യൂട്ട് 1 അല്ലെ? അതായത് ഒന്നാമത്തെ പൊസിഷനിലാണ് ഡബിൾ ബോണ്ട് വന്നത്. അപ്പോൾ ബ്യൂട്ട് 1 എന്നും രണ്ടാമത്തെ കോമ്പൗണ്ടിനാണെങ്കിൽ ബ്യൂട്ട് 2 എന്നും വരും അല്ലെ? IUPAC നെയിം. കാരണം രണ്ടാമത്തെ പൊസിഷനിലാണ് ഡബിൾ ബോണ്ട് വന്നത്. ഓക്കെ ആണോ? അപ്പൊ ഇങ്ങനെയാണ് പൊസിഷൻ ഐസോമേഴ്സ് വരുന്നത്. അപ്പോൾ എന്താണ് പൊസിഷൻ ഐസോമേഴ്സ് ആവാനുള്ള കണ്ടീഷന്? 1 മോളിക്കുലർ ഫോർമുല സെയിം ആയിരിക്കണം, 2 ഫങ്ഷണൽ ഗ്രൂപ്പ് സെയിം ആയിരിക്കണം, 3 ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ പൊസിഷൻ ഡിഫറെന്റ് ആയിരിക്കണം. ഇത്രയും കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്താൽ അത് പൊസിഷൻ ഐസോമേഴ്സ് ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇനി മറ്റൊരു എക്സാമ്പിളിലോട്ട് പോവാം. നോക്കിയേ, റൈറ്റ് ഡൗൺ ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് ഓൾ പൊസിഷൻ ഐസോമേഴ്സ് ഓഫ് ദ കോമ്പൗണ്ട് അല്ലെ? ഒരു കോമ്പൗണ്ട് തന്നിട്ടുണ്ട്. ഇതിന് പോസിബിൾ ആയിട്ടുള്ള എല്ലാ പൊസിഷൻ ഐസോമേഴ്സും എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മുടെ കോമ്പൗണ്ട് നോക്കിയാൽ ഏതാ നമ്മുടെ കോമ്പൗണ്ട്? CH3 CH2 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 Cl അല്ലെ? അതായത് ഹാലോ കോമ്പൗണ്ട് ആണ് അല്ലെ? ക്ലോറിൻ വന്നു, ഹാലോ കോമ്പൗണ്ട് ആണ്. നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ഇതിന്റെ മോളിക്കുലർ ഫോർമുല ഒന്ന് എഴുതി നോക്കാം. മൊത്തം എത്ര കാർബൺ? 1, 2, 3, 4, 5 അല്ലെ? മൊത്തം 5 കാർബൺ. എത്ര ഹൈഡ്രജൻ? 3, 2, 5, 2, 7, 2, 9, 2, 11 അല്ലെ? അങ്ങനെ മൊത്തത്തില് 11 ഹൈഡ്രജൻ. പിന്നെ വന്നത് ക്ലോറിൻ ആണ് അല്ലെ? അങ്ങനെ C5H11Cl എന്നതാണ് നമുക്ക് തന്നിരിക്കുന്ന കോമ്പൗണ്ടിന്റെ മോളിക്കുലർ ഫോർമുല. അപ്പോൾ ഇതിന് പോസിബിൾ ആയിട്ടുള്ള എന്ത് നോക്കണം? പൊസിഷൻ ഐസോമേഴ്സ് നോക്കണം. എന്ത് ചെയ്താൽ മതി? ഈ ക്ലോറിനെ ഓരോരോ പൊസിഷനിൽ മാറ്റിയിട്ട് കൊടുത്താൽ മതി അല്ലെ? അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന കോമ്പൗണ്ടിന്റെ IUPAC നെയിം ഒന്ന് എഴുതി നോക്കാം. നമുക്ക് തന്നിരിക്കുന്ന കോമ്പൗണ്ടിന്റെ എത്രാമത്തെ പൊസിഷനിലാണ് ക്ലോറിൻ വന്നത്? ഒന്നാമത്തെ പൊസിഷനിലാണ് അല്ലെ? അപ്പൊ ഇതിന്റെ IUPAC നെയിം എങ്ങനെ വരും? 1 ക്ലോറോ. ഒന്നാമത്തെ പൊസിഷനിൽ ക്ലോറിൻ വന്നു. അങ്ങനെ 1 ക്ലോറോ. മൊത്തം 5 കാർബൺ ആണ്. അപ്പോ പെന്റെയിൻ, 1 ക്ലോറോ പെന്റെയിൻ എന്ന് വരും അല്ലെ? ഇതാണ് നമുക്ക് തന്നിട്ടുള്ള
കോമ്പൗണ്ട് എന്ന് പറയുന്നത്. ഇനി ഇതിന് പോസിബിൾ ആയിട്ടുള്ള പൊസിഷൻ ഐസോമേഴ്സ് എഴുതണം. എങ്ങനെ എഴുതിയാൽ മതി? ക്ലോറിന്റെ പൊസിഷൻ മാറ്റി ഇട്ട് കൊടുത്താൽ പോരെ. അങ്ങനെ ഫസ്റ്റ് കോമ്പൗണ്ട് നോക്കിയേ, അവിടെ നമ്മൾ ക്ലോറിനെ എത്രാമത്തെ കാർബൺ ആറ്റത്തിൽ ഇട്ട് കൊടുത്തു? രണ്ടാമത്തെ കാർബൺ ആറ്റത്തിൽ ഇട്ട് കൊടുത്തു. അപ്പോൾ ആ കോമ്പൗണ്ടിന്റെ പേര് എങ്ങനെ വരും? 2-chloro-pentane എന്ന് വരും അല്ലെ, 2-chloro-pentane. ഇനി രണ്ടാമത്തെ കോമ്പൗണ്ട് നോക്കിയേ, അത് നമ്മുടെ സെയിം തന്നെയാണ്. അത് ഒന്നാമത്തെ പൊസിഷനിൽ ക്ലോറിൻ വന്നിരിക്കുന്നു. അതായത് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന അതേ കോമ്പൗണ്ട് തന്നെയാണ്. അതായത് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന അതേ കോമ്പൗണ്ട് തന്നെയാണ്, അതായത് 1-chloro-pentane. ഇനി അടുത്ത കോമ്പൗണ്ട് നോക്കിയേ, അവിടെ നമ്മൾ ക്ലോറിൻ ഇട്ട് കൊടുത്തത് മൂന്നാമത്തെ പൊസിഷനിലാണ്. അപ്പൊ അതിന്റെ IUPAC നെയിം എങ്ങനെ വരും? 3-chloro-pentane എന്ന് വരും അല്ലെ, 3-chloro-pentane. അപ്പോൾ 1-chloro-pentane, 2-chloro-pentane, 3-chloro-pentane. ഇങ്ങനെ നമ്മൾ ക്ലോറിനെ മാറ്റി മാറ്റി ഇട്ട് കൊടുത്തു. ഇനി അടുത്ത നോക്കിയേ, അടുത്തതിൽ നമ്മൾ ക്ലോറിന്റെ പൊസിഷൻ മാത്രമല്ല മാറ്റിയത്, ആ മെയിൻ ചെയിനിലുള്ള നമ്പർ ഓഫ് കാർബൺ ആറ്റത്തിനെയും ഒന്ന് മാറ്റി അല്ലെ. നമ്മൾ ഇതുവരെ ചെയ്തതിൽ മെയിൻ ചെയിനിൽ 5 കാർബൺ ആറ്റം ഉണ്ടായിരുന്നു. അപ്പൊ ഇതിൽ നോക്കിക്കേ, ഇതില് മെയിൻ ചെയിനിൽ 4 കാർബൺ ആറ്റവും ഒരാളെ നമ്മൾ ബ്രാഞ്ചും ആക്കി. പിന്നെ രണ്ടാമത്തെ അവിടെ തന്നെ നമ്മൾ ക്ലോറിനെയും ഇട്ട് കൊടുത്തു. ഓക്കെ, അപ്പൊ ഇതാണ് നെക്സ്റ്റ് പൊസിഷൻ ഐസോമർ എന്ന് വരുന്നത്. ഇനി അടുത്ത കോമ്പൗണ്ട് നോക്കിയേ, അവിടെ നമ്മൾ എന്താ ചെയ്തത്? നേരത്തെ ഇട്ട മീഥൈൽ ഗ്രൂപ്പിനെ ഒന്ന് മാറ്റി ഇട്ട് കൊടുത്തു അല്ലെ. ഇവിടെ രണ്ടാമത്തെ പൊസിഷനിലായിരുന്നു മീഥൈൽ ഗ്രൂപ്പ്. അടുത്ത കോമ്പൗണ്ട് ആയപ്പോഴത്തേക്ക് നമ്മൾ എന്ത് ഇട്ടു? മൂന്നാമത്തെ പൊസിഷനിൽ മീഥൈൽ ഗ്രൂപ്പും രണ്ടാമത്തെ പൊസിഷനിൽ ക്ലോറിനും ഇട്ടു അല്ലെ. അപ്പോ അടുത്ത പൊസിഷൻ ഐസോമർ ഇതാണ് അല്ലെ. ഇനി നെക്സ്റ്റ് കോമ്പൗണ്ട് നോക്കിയേ, ഇവിടെ മെയിൻ ചെയിനിൽ 3 കാർബൺ ആറ്റമേ ഉള്ളൂ അല്ലെ. രണ്ട് കാർബൺ ആറ്റത്തിനെ നമ്മൾ ബ്രാഞ്ച് ആയിട്ട് ഇട്ടു, പിന്നെ ക്ലോറിനെ ഇട്ടു അല്ലെ. അപ്പൊ ഇതാണ് അടുത്ത പൊസിഷൻ ഐസോമർ എന്ന് പറയുന്നത് അല്ലെ. അടുത്ത കോമ്പൗണ്ടിൽ 4 കാർബൺ ആറ്റമാണ് മെയിൻ ചെയിനിൽ വരുന്നത്. മീഥൈൽ ഗ്രൂപ്പിനെ ഇവിടെയും ക്ലോറിനെ ഈ പൊസിഷനിൽ ഇട്ടു അല്ലെ. ഇനി അടുത്ത കോമ്പൗണ്ട് നോക്കിയേ, സെയിം തന്നെ 4 കാർബൺ ആറ്റം മെയിൻ ചെയിനിലും ഒരാള് മീഥൈൽ ഗ്രൂപ്പ് ഈ പൊസിഷനിലും അല്ലെ. മീഥൈൽ ഗ്രൂപ്പ് രണ്ടാമത്തെ പൊസിഷനിലും ക്ലോറിൻ ഒന്നാമത്തെ പൊസിഷനിലും. അങ്ങനെ നമ്മുടെ ക്ലോറോപെന്റേന്റെ ഡിഫറെന്റ് പൊസിഷൻ ഐസോമേഴ്സ് എഴുതി. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ക്ലോറിനെയും അല്ലെങ്കിൽ തന്നിരിക്കുന്ന ഫങ്ഷണൽ ഗ്രൂപ്പ് ഏതാണോ, അല്ലെങ്കിൽ സാച്ചുറേറ്റഡ് കോമ്പൗണ്ട് ഡബിൾ ബോണ്ട് ആണോ ട്രിപ്പിൾ ബോണ്ട് ആണോ, ഇതിന്റെ പൊസിഷൻ ഒന്ന് മാറ്റി മാറ്റി ഡിഫറെന്റ് ഐസോമേഴ്സ് എഴുതാൻ നോക്കുക. ഓക്കെ, ഇനി അടുത്ത നെക്സ്റ്റ് എക്സാമ്പിളിലോട്ട് പോവാം. നോക്കിയേ, വീണ്ടും റൈറ്റ് ദ സ്ട്രക്ചറൽ ഫോർമുല ആൻഡ് IUPAC നെയിം ഓഫ് ദ പൊസിഷൻ ഐസോമേഴ്സ് ഓഫ് ദ കോമ്പൗണ്ട് pentan 2-on. pentan 2-on-ന്റെ ഡിഫറെന്റ് പൊസിഷൻ ഐസോമേഴ്സ് എഴുതാനാണ് ക്വസ്റ്റ്യൻ അല്ലെ. ഈ 2-on എന്ന് പറയുമ്പോൾ ഇത് ഏത് ഗ്രൂപ്പിൽ പെടും? ഏത് ഫങ്ഷണൽ ഗ്രൂപ്പിൽ പെടും? കീറ്റോ ഗ്രൂപ്പ് ആണ് അല്ലെ. C+O വരുന്ന കീറ്റോ ഗ്രൂപ്പ് ആണ്. അപ്പോൾ തന്നിരിക്കുന്നത് pentan 2-on. pentan 2-on-ന്റെ സ്ട്രക്ചർ ഇങ്ങനെയാണ് കണ്ടോ. pentan 2-on-ന്റെ സ്ട്രക്ചർ കണ്ടോ, രണ്ടാമത്തെ പൊസിഷനിൽ കീറ്റോ ഗ്രൂപ്പ് വന്നു. ഇതാണ് pentan 2-on. ഇതിന് പോസിബിൾ ആയിട്ടുള്ള മറ്റൊരു പൊസിഷൻ ഐസോമർ എഴുതാൻ പറഞ്ഞാൽ, ഇപ്പോ രണ്ടാമത്തെ പൊസിഷനിലല്ലേ കീറ്റോ ഗ്രൂപ്പ് കിടക്കുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? അതിനെ മൂന്നാമത്തെ പൊസിഷനിലോട്ട് മാറ്റാം. കണ്ടോ, 1 2 3. രണ്ടാമത്തെ കോമ്പൗണ്ടിൽ എന്താണ്? മൂന്നാമത്തെ പൊസിഷനിലാണ് കീറ്റോ ഗ്രൂപ്പ് വരുന്നത്. അപ്പോൾ ഇതിന്റെ നെയിം എന്ത് വരും? pentan 3-on. അപ്പോൾ ഇതാണ് pentan 2-on-ന്റെ മറ്റൊരു പൊസിഷൻ ഐസോമർ എന്ന് പറയുന്നത്. അപ്പൊ പൊസിഷൻ ഐസോമർ ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് അടുത്ത ഐസോമറിസത്തിലോട്ട് പോവാം, ഫങ്ഷണൽ ഐസോമറിസം. അപ്പോൾ ഇവിടെയും നമുക്ക് പേരിൽ നിന്നും, ആ ഐസോമറിസത്തിന്റെ പേരിൽ നിന്നും നമുക്ക് ഹിന്റ് കിട്ടും. ഫങ്ഷണൽ ഐസോമറിസം എന്ന് പറയുമ്പോൾ ആര് ഡിഫറെന്റ് ആയിട്ട് വരും? ഫങ്ഷണൽ ഗ്രൂപ്പ് ഡിഫറെന്റ് ആയിട്ട് വരും. അപ്പോൾ ഇതിന്റെ കണ്ടീഷൻ എന്തൊക്കെയായിരിക്കും? സെയിം മോളിക്യുലർ ഫോർമുല വരണം, എന്നാൽ ഡിഫറെന്റ് ഫങ്ഷണൽ ഗ്രൂപ്പ് വരണം. തൊട്ടു മുന്നേ പഠിച്ച പൊസിഷൻ ഐസോമറിൽ സെയിം മോളിക്യുലർ ഫോർമുല വരണം, സെയിം ഫങ്ഷണൽ ഗ്രൂപ്പ് വരണം. ആ ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ പൊസിഷൻ മാത്രമാണ് മാറി വന്നത് അല്ലെ. എന്നാൽ ഇവിടെ സെയിം മോളിക്യുലർ ഫോർമുല വരണം, എന്നാൽ ഫങ്ഷണൽ ഗ്രൂപ്പ് കംപ്ലീറ്റ് ആയിട്ട് ഡിഫറെന്റ് ആയിട്ട് വരണം. ഫങ്ഷണൽ ഗ്രൂപ്പ് മാറി വരണം. അപ്പോൾ അത്തരം ഐസോമേഴ്സ് ആണ് ഫങ്ഷണൽ ഐസോമേഴ്സ്. ആ ഫിനോമിനനെ നമ്മൾ ഫങ്ഷണൽ ഐസോമെറിസം എന്ന് പറയും. ഓക്കെ, എക്സാമ്പിൾ നോക്കാം. ഇവിടെ ഇത് ചെറുതായിപ്പോയി, ഇപ്പൊ ഞാൻ CH3 എന്നാണ്. ഓക്കെ, എക്സാമ്പിൾ നോക്കാം. ഒന്നാമത്തെ കോമ്പൗണ്ട് നോക്കിയേ, CH3CH2OH. ഇവിടെ വന്ന ഫങ്ഷണൽ ഗ്രൂപ്പ് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ആണ്. രണ്ടാമത് എഴുതിയിരിക്കുന്ന എക്സാമ്പിൾ CH3OCH3 അല്ലെ. ഇത് എന്ത് ഗ്രൂപ്പാണ്? ഇത് ഈഥർ ആണ് അല്ലെ. അപ്പൊ രണ്ടാമത്തെ കോമ്പൗണ്ട് എന്ത് കോമ്പൗണ്ട് ആണ്? അതൊരു ഈഥറിന് എക്സാമ്പിൾ ആണ് അല്ലെ. അതായത് ആൽക്കോക്സി ഗ്രൂപ്പ് ആണ്. ഇവിടുത്തെ ഫങ്ഷണൽ ഗ്രൂപ്പ് ആൽക്കോക്സി ഗ്രൂപ്പ് ആണ്. നമുക്ക് രണ്ടിന്റെയും മോളിക്യുലർ ഫോർമുല ആദ്യം ഒന്ന് എഴുതി നോക്കാം. ഐസോമേഴ്സ് ആണോ എന്ന് ചെക്ക് ചെയ്യേണ്ട ഫസ്റ്റ് സ്റ്റെപ്പ് അതല്ലേ, മോളിക്യുലർ ഫോർമുല എഴുതണം അല്ലെ. അപ്പൊ ഫസ്റ്റ് കോമ്പൗണ്ട് മോളിക്യുലർ ഫോർമുല മൊത്തം 2 കാർബൺ ആറ്റം ആണുള്ളത്. അപ്പോൾ C2 എത്ര ഹൈഡ്രജൻ ഉണ്ട്? 3 2 5 1 6 അല്ലെ. അങ്ങനെ 6 ഹൈഡ്രജൻ ആറ്റവും 1 ഓക്സിജൻ ആറ്റവും. രണ്ടാമത്തെ കോമ്പൗണ്ടിന്റെ മോളിക്യുലർ ഫോർമുല എഴുതുമ്പോൾ അവിടെയും 1 2 അല്ലെ, 2 കാർബൺ ആറ്റം ആണ് ഉള്ളത്. എത്ര ഹൈഡ്രജൻ ആറ്റം? 3 3 6 ഹൈഡ്രജൻ ആറ്റം,
ഒരു ഓക്സിജൻ ആറ്റം. അപ്പൊ നമുക്ക് ഈ രണ്ട് കോമ്പൗണ്ടിന്റെയും എന്ത് സെയിം ആയി? മോളിക്യുലാർ ഫോർമുല സെയിം ആയി. ഇനി നോക്കേണ്ടത് ഫങ്ഷണൽ ഗ്രൂപ്പിനെ നോക്കാം. ഇവിടെ വന്ന ഫങ്ഷണൽ ഗ്രൂപ്പ് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പും ഇവിടെ വന്ന ഫങ്ഷണൽ ഗ്രൂപ്പ് ആൽക്കോക്സി ഗ്രൂപ്പുമാണ്. അപ്പോൾ രണ്ടാമത്തെ കണ്ടീഷനും സാറ്റിസ്ഫൈ ആയി. ഡിഫറന്റ് ഫങ്ഷണൽ ഗ്രൂപ്പ് അല്ലെ, ഫങ്ഷണൽ ഗ്രൂപ്പ് ഡിഫറെന്റ് ആയിട്ട് വന്നു. അപ്പോൾ സെയിം മോളിക്യുലർ ഫോർമുല വന്നു, ഫങ്ഷണൽ ഗ്രൂപ്പ് ഡിഫറെന്റ് ആയിട്ട് വന്നു. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് കോമ്പൗണ്ടിനെ നമുക്ക് എന്ത് വിളിക്കാം? ഫങ്ഷണൽ ഐസോമേഴ്സ് എന്ന് വിളിക്കാം. വിളിച്ചൂടെ? അങ്ങനെയാണെങ്കിൽ ഇതിന്റെ IUPAC നെയിം നമുക്ക് എങ്ങനെ എഴുതാം? ഒന്നാമത്തെ കോമ്പൗണ്ട് എന്ന് പറയുന്നത് അതൊരു ആൽക്കഹോൾ ആണ്, 2 കാർബൺ ഉണ്ട്. അപ്പോ എത്തനോൾ, എത്താൻ 1 ഓളെന്നോ എത്തനോൾ എന്നോ വരും. അടുത്ത രണ്ടാമത്തത് എന്താണ്? ഒരു ഈതർ ആണ്. ഈതറിന് 2 കാർബൺ ആറ്റം ഉണ്ട്. അപ്പൊ നമ്മൾ അതിനെ എന്ത് വിളിക്കും? മീഥോക്സി മീഥെയ്ൻ എന്ന് വിളിക്കും. കണ്ടോ, IUPAC നെയിമും ഡിഫറെന്റ് ആയി, ഫങ്ഷണൽ ഗ്രൂപ്പും ഡിഫറെന്റ് ആയി. രണ്ടും 2 കോമ്പൗണ്ട് ആണ്. എന്നാൽ ഇവര് ഫങ്ഷണൽ ഐസോമേഴ്സ് ആണ്. മനസ്സിലായോ? അപ്പൊ നമുക്കിനി നെക്സ്റ്റ് എക്സാമ്പിളിലോട്ട് നോക്കാം. നോക്കിയാൽ 2 കോമ്പൗണ്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഫസ്റ്റ് കോമ്പൗണ്ടിൽ വന്ന ഫങ്ഷണൽ ഗ്രൂപ്പ് CHO ഗ്രൂപ്പ് ആണ്. CHO ഗ്രൂപ്പ് എന്ത് ഗ്രൂപ്പാ? ആൽഡിഹൈഡ് ഗ്രൂപ്പ് ആണ് അല്ലെ. സെക്കൻഡ് നോക്കിയേ, സെക്കൻഡ് കോമ്പൗണ്ടിൽ വന്നിട്ടുള്ളത് CO ഗ്രൂപ്പ് ആണ്. CO ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ കീറ്റോ ഗ്രൂപ്പ് ആണ് അല്ലെ. അപ്പൊ ഫങ്ഷണൽ ഗ്രൂപ്പ് ഡിഫറെന്റ് ആയിട്ട് വന്നു. ഇനി നമുക്ക് മോളിക്യുലർ ഫോർമുല ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 1 2 3 ഫസ്റ്റ് കോമ്പൗണ്ടിന് 3 കാർബൺ ആറ്റം അല്ലെ. എത്ര ഹൈഡ്രജൻ ആറ്റം? 3 2 5 1 6 ഹൈഡ്രജൻ ആറ്റം, 1 ഓക്സിജൻ ആറ്റം. രണ്ടാമത്തെ കോമ്പൗണ്ടിലും 3 കാർബൺ ആറ്റം ഉണ്ട് അല്ലെ. C3 എത്ര ഹൈഡ്രജൻ ആറ്റം ഉണ്ട്? 3 3 6 ഹൈഡ്രജൻ ആറ്റം ഉണ്ട്, 1 ഓക്സിജൻ ആറ്റം ഉണ്ട്. അപ്പോ തന്നിരിക്കുന്ന 2 കോമ്പൗണ്ടിനും മോളിക്യുലർ ഫോർമുല സെയിം ആയിട്ട് വന്നു. എന്നാൽ വന്ന ഫങ്ഷണൽ ഗ്രൂപ്പ് ഡിഫറെന്റ് ആണ്. ഫസ്റ്റ് കോമ്പൗണ്ടിന് ആൽഡിഹൈഡ് ഗ്രൂപ്പും സെക്കൻഡ് കോമ്പൗണ്ടിന് കീറ്റോ ഗ്രൂപ്പുമാണ് വന്നത്. അപ്പോ ഈ 2 കോമ്പൗണ്ടുകളും എന്തിന് എക്സാമ്പിൾ ആണ്? ഫങ്ഷണൽ ഐസോമേഴ്സിന് എക്സാമ്പിൾ ആണ്. നെയിം പറഞ്ഞേ, IUPAC നെയിം എന്തായിരിക്കും? ഫസ്റ്റത്തത് 3 കാർബൺ ആറ്റം വരുന്ന ആൽഡിഹൈഡ് ഗ്രൂപ്പ് ആണ്. അപ്പോൾ അതിന്റെ IUPAC നെയിം പ്രൊപ്പനാൽ അല്ലെ. സെക്കൻഡ് എന്ന് പറയുമ്പോൾ 3 കാർബൺ ആറ്റം വരുന്ന കീറ്റോ ഗ്രൂപ്പ് ആണ്. അപ്പൊ അതിന്റെ പേര് എന്ത് വരും? പ്രൊപ്പനോൺ. പ്രൊപ്പനോൺ നിങ്ങൾക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചത് ഓർമ്മയുണ്ടെങ്കിൽ മനസ്സിലാവും. ഈ പ്രൊപ്പനോണിന് ഒരു കോമൺ നെയിം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. എന്താണ്? അസെറ്റോൺ. പ്രൊപ്പനോൺ എന്ന് പറയുന്നതും അസെറ്റോൺ എന്ന് പറയുന്നതും സെയിം ആണ്. അത് അസെറ്റോൺ പഠിക്കണം, കാരണം ടെക്സ്റ്റ് ബുക്കിൽ ആ നെയിം എടുത്ത് പറയുന്നുണ്ട്. അതുകൊണ്ട് അസെറ്റോൺ എന്ന് കേട്ടാലും പ്രൊപ്പനോൺ എന്ന് പറയുന്നതും സെയിം കോമ്പൗണ്ട് ആണെന്നുള്ളത് നമ്മൾ അറിയണം. ഓക്കെ, നമുക്കിനി നെക്സ്റ്റ് എക്സാമ്പിളിലോട്ട് പോവാം. ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. റൈറ്റ് ദ സ്ട്രക്ചറൽ ഫോർമുല ആൻഡ് IUPAC നെയിം ഓഫ് ദ ഫങ്ഷണൽ ഐസോമർ ഓഫ് ദ കോമ്പൗണ്ട് CH3 CH2 CH2 CHO. ഒരു കോമ്പൗണ്ട് തന്നിട്ടുണ്ട്. ഈ കോമ്പൗണ്ടിന്റെ എന്ത് എഴുതണം? ഫങ്ഷണൽ ഐസോമർ നമ്മൾ എഴുതണം. ഓക്കെ, നമ്മളെടുത്ത് ഫങ്ഷണൽ ഐസോമർ, ഇതിന്റെ ഒരു ഫങ്ഷണൽ ഐസോമർ എഴുതാനാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? തന്നിരിക്കുന്ന കോമ്പൗണ്ടിന്റെ മോളിക്യുലർ ഫോർമുല എഴുതാം. അപ്പോൾ എത്ര കാർബൺ ആറ്റം ഇതിലുള്ളത്? 4 കാർബൺ ആറ്റം ഉണ്ട്. എത്ര ഹൈഡ്രജൻ ആറ്റം ഉണ്ട്? 3 2 5 2 7 1 8 അല്ലെ. 8 ഹൈഡ്രജൻ ആറ്റം ഉണ്ട്, 1 ഓക്സിജൻ ആറ്റം ഉണ്ട്. C4H8O ആണ്. ഇവിടെ വന്ന ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ത് ഗ്രൂപ്പാണ്? ആൽഡിഹൈഡ് ഗ്രൂപ്പാണ്, CHO ഗ്രൂപ്പാണ്. അപ്പൊ നമുക്ക് എങ്ങനെ ഇതിന്റെ ഫങ്ഷണൽ ഐസോമർ എഴുതാൻ നോക്കാം അല്ലെ. ആൽഡിഹൈഡ് ഗ്രൂപ്പ് ആണ് വരുന്നതെങ്കിൽ അപ്പൊ ഫസ്റ്റ് കോമ്പൗണ്ട് ഒരു ആൽഡിഹൈഡ് ആയിരുന്നു അല്ലെ, CHO ഗ്രൂപ്പ് ആയിരുന്നു. അപ്പൊ സെക്കൻഡ് കോമ്പൗണ്ടിൽ ഇനി എന്ത് വരാൻ പാടില്ല? CHO ഗ്രൂപ്പ് വരാൻ പാടില്ല. പകരം മറ്റൊരു ഫങ്ഷണൽ ഗ്രൂപ്പ് വരണം അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ എന്തെടുക്കാം? കീറ്റോ ഗ്രൂപ്പ് എടുക്കാം അല്ലെ, CO ഗ്രൂപ്പ് എടുക്കാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? മൊത്തം 4 കാർബൺ ആറ്റം അല്ലേ. നോക്ക്, 1 2 3 4 കാർബൺ ആറ്റം വന്നു. ഇനി ഏതെങ്കിലും പൊസിഷനിൽ നമുക്ക് എന്ത് ചെയ്യാം? കീറ്റോ ഗ്രൂപ്പ് കൊടുക്കാം. ഇവിടെ രണ്ടാമത്തെ പൊസിഷനിലാണ് കീറ്റോ ഗ്രൂപ്പ് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ബ്യൂട്ടാൻ 2 ഓൺ എന്ന് വരും, അല്ലെങ്കിൽ അപ്പോ ബ്യൂട്ടാൻ 2 ഓൺ എന്ന് വരും. അപ്പോൾ ഇതാണ് തന്നിരിക്കുന്ന കോമ്പൗണ്ടിന്റെ പൊസിഷൻ ഐസോമർ. തന്നിരിക്കുന്ന കോമ്പൗണ്ട് എന്ന് പറയുമ്പോൾ അതിന്റെ IUPAC നെയിം എന്താണ്? 4 കാർബൺ ആറ്റം അല്ലേ വരുന്നത്. അപ്പോ ബ്യൂട്ടനാൽ അല്ലെ. തന്നിരിക്കുന്ന കോമ്പൗണ്ടിന്റെ IUPAC നെയിം ബ്യൂട്ടനാൽ ആണ്. നമ്മൾ എഴുതിയ കോമ്പൗണ്ടിന്റെ IUPAC നെയിം ബ്യൂട്ടാൻ 2 ഓൺ അല്ലെ. അപ്പൊ ആൽഡിഹൈഡ് വന്നാൽ നമുക്ക് ഫങ്ഷണൽ ഐസോമർ ആക്കണമെങ്കിൽ അതിനെ കീറ്റോൺ ആക്കിയാൽ മതി. ആൽഡിഹൈഡിനെ കീറ്റോൺ ആക്കിയാൽ മതി, നമുക്ക് ഫങ്ഷണൽ ഐസോമർ കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ഐസോമെറിസം ആണ് മെറ്റാമെറിസം. എന്താണ് മെറ്റാമെറിസം എന്ന് നോക്കാം. Compounds having same molecular formula but different alkyl groups attached to either side of the functional group are called metamers. അപ്പോ എന്താ പറഞ്ഞിട്ടുള്ളത്? എല്ലാ ഐസോമറിലും വരുന്നത് പോലെ സെയിം മോളിക്യുലർ ഫോർമുല ആയിരിക്കണം. എന്നാൽ ഡിഫറെന്റ് ആൽക്കൈൽ ഗ്രൂപ്പ്സ് അറ്റാച്ച് ടു എയ്തർ സൈഡ് ഓഫ് ദ ഫങ്ഷണൽ ഗ്രൂപ്പ്. അപ്പോൾ നമ്മുടെ ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ 2 സൈഡിലും ഡിഫറെന്റ് ആയിട്ടുള്ള ആൽക്കൈൽ ഗ്രൂപ്പ്സ് വരണം.
ഈ മെറ്റാമേഴ്സ് എന്ന് പറയുമ്പം പ്രധാനമായിട്ടും മെറ്റാമേഴ്സ് ഈതേഴ്സിനാണ് പോസിബിൾ ആയിട്ടുള്ളത്. കണ്ടോ, ഇവിടെ പറയുന്നുണ്ട് ബൈവാലന്റ് ഫങ്ഷണൽ ഗ്രൂപ്പ് ആയിരിക്കണം. ബൈവാലന്റ് ഫങ്ഷണൽ ഗ്രൂപ്പിനാണ് ഈ മെറ്റാമെറിസം പോസിബിൾ ആയിട്ടുള്ളത്. എന്താ ബൈവാലന്റ് ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ? നമുക്ക് ഈതറിന്റെ കേസ് ആണെങ്കിൽ ഇതാ കണ്ടോ, ഓടെ രണ്ട് സൈഡിലും ആണ് ബോണ്ടിങ് വരുന്നത് അല്ലേ. അപ്പൊ ഇങ്ങനെ വരുന്ന കോമ്പൗണ്ടുകൾക്കാണ് ഈ മെറ്റാമെറിസം പോസിബിൾ ആയിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം, ഈതേഴ്സിനാണ് മെറ്റാമെറിസം പോസിബിൾ ആയിട്ടുള്ളത്. എക്സാമ്പിൾ നോക്കാം. നോക്കിയേ, ഫസ്റ്റ് എക്സാമ്പിൾ നോക്കിയേ. അപ്പോ ഇതൊരു ഈതർ ആണല്ലേ. നോക്കിയേ, ഓയുടെ രണ്ട് സൈഡിലും എന്ത് വരുന്നുണ്ട്? ആൽക്കൈൽ ഗ്രൂപ്പ്സ് വരുന്നുണ്ട്. അപ്പൊ ആദ്യം നമുക്ക് ഇതിന്റെ മോളിക്കുലർ ഫോർമുല എഴുതാം. മൊത്തത്തിൽ എത്ര കാർബൺ ആറ്റംസ് ആണ്? 4 കാർബൺ ആറ്റംസ് ഉണ്ട്. ഇനി എത്ര ഹൈഡ്രജൻ ഉണ്ട്? 3, 2, 5, ഇവിടെയും 5, അങ്ങനെ 10 ഹൈഡ്രജൻ ആറ്റം ഉണ്ട്. എത്ര ഓക്സിജൻ ആറ്റം ഉണ്ട്? 1 ഓക്സിജൻ ആറ്റം ഉണ്ട് അല്ലെ. ഇനി അടുത്ത കോമ്പൗണ്ട് നോക്കിയേ, അവിടെയും നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? മോളിക്കുലർ ഫോർമുല എഴുതാം. മൊത്തം 4 കാർബൺ ആറ്റമാണ്. എത്ര ഹൈഡ്രജൻ ഉണ്ട്? 3, 2, 5, ഇവിടെയും 5, 10 അല്ലെ. 10 ഹൈഡ്രജൻ ആറ്റവും 1 ഓക്സിജൻ ആറ്റവും. അപ്പോൾ രണ്ട് കോമ്പൗണ്ടിന്റെ മോളിക്കുലർ ഫോർമുല സെയിം ആയി. ഇനി നമ്മൾ എന്താ നോക്കേണ്ടത്? ഈ O എന്ന് പറയുന്ന ലിങ്കേജ് അല്ലെ, നമ്മുടെ ഈതർ ലിങ്കേജിന്റെ രണ്ട് സൈഡിലും വരുന്ന ആൽക്കൈൽ ഗ്രൂപ്പ്സ് അല്ലെങ്കിൽ ആൽക്കൈൽ ചെയിൻ എന്താവണം? ഡിഫറെന്റ് ആവണം. ഫസ്റ്റ് കോമ്പൗണ്ട് നോക്കുവാണെങ്കിൽ ഓയുടെ ലെഫ്റ്റ് സൈഡിൽ 2 കാർബൺ, റൈറ്റ് സൈഡിൽ 2 കാർബൺ. സെക്കൻഡ് കോമ്പൗണ്ട് നോക്കുമ്പോൾ ഓയുടെ ലെഫ്റ്റ് സൈഡിൽ 1 കാർബൺ, ഇപ്പുറത്ത് 3 കാർബൺ. അങ്ങനെ മൊത്തത്തിൽ എന്താവണം? 4 കാർബൺസ് ആണ് അല്ലെ. രണ്ട് കോമ്പൗണ്ടിലും മൊത്തം 4 കാർബൺസ് ഉണ്ട്. ഫസ്റ്റ് കോമ്പൗണ്ടിലാണെങ്കിൽ ഓയുടെ രണ്ട് സൈഡും 2, 2 എന്ന് ഇട്ടു. രണ്ടാമത്തെ കോമ്പൗണ്ടിൽ ഒരു സൈഡിൽ 1 കാർബണും മറ്റേ സൈഡിൽ 3 കാർബണും ആയിട്ട് ഇട്ടു. അപ്പൊ ഇങ്ങനെ വരുന്ന കോമ്പൗണ്ടുകളാണ് മെറ്റാമേഴ്സ്. ഓക്കെ, അപ്പൊ ഇതിന്റെ പേര് എങ്ങനെ വരും? ഫസ്റ്റത്തെ IUPAC നെയിം ഈതോക്സി ഈതേൻ എന്നാണ്. സെക്കൻഡ് എങ്ങനെ വരും? മീതോക്സി പ്രൊപ്പേൻ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോമൻക്ലേച്ചർ പഠിച്ചതാണ് അല്ലേ. അപ്പോൾ ഇതിന്റെ പേര് മീതോക്സി പ്രൊപ്പേൻ എന്ന് വരും. അപ്പോൾ ഇങ്ങനെ വരുന്ന കോമ്പൗണ്ടുകളെ എന്ത് വിളിക്കുന്നു? മെറ്റാമേഴ്സ് എന്ന് വിളിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് മറ്റൊരു എക്സാമ്പിൾ പരിചയപ്പെടാം. നോക്കിയേ, ഇവിടെ ഒരു കോമ്പൗണ്ട് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ദേ ഇത്രയും കാർബൺ ആറ്റംസ്, മൊത്തം 6 കാർബൺ ആറ്റം വരുന്ന ഒരു ഈഥർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം അതിന്റെ മോളിക്കുലർ ഫോർമുല എഴുതാം. മൊത്തം 6 കാർബൺ ആറ്റംസ് ഉണ്ട്. എത്ര ഹൈഡ്രജൻ ഉണ്ട്? 3, 2, 5, 2, 7, 2, 9, 11, 3, 14 അല്ലെ. അങ്ങനെ H14 ആണ് O അല്ലെ. അങ്ങനെ C6H14O എന്നതാണ് ഫസ്റ്റത്തെ മോളിക്കുലർ ഫോർമുല. സെക്കൻഡ് എഴുതിയിരിക്കുന്ന മോളിക്കുലർ ഫോർമുല എന്താണ്? എത്ര കാർബൺ ആറ്റംസ് ഉണ്ട്? 6 കാർബൺ ആറ്റംസ് ഉണ്ട് അല്ലെ. ഇനി എത്ര ഹൈഡ്രജൻ ഉണ്ട്? ഹൈഡ്രജൻ കൗണ്ട് ചെയ്യാം. 3, 2, 5, 2, 7, 9, 11, 3, 14 അല്ലെ. അതും ഓയും കൂടെ ചേർന്ന് വന്നു. അങ്ങനെ രണ്ടിന്റെയും മോളിക്കുലർ ഫോർമുല സെയിം ആയി. ഇനി എന്താ ചെക്ക് ചെയ്യേണ്ടത്? നമ്മുടെ ഈതർ ബോണ്ട് അല്ലെ. ഇനി എന്താ ചെക്ക് ചെയ്യേണ്ടത്? നമ്മുടെ O, അതായത് ഈതർ ലിങ്കേജിന്റെ രണ്ട് സൈഡും വരുന്ന കാർബൺ ആറ്റംസിന്റെ എണ്ണം നോക്കണം. ഫസ്റ്റത്തേതിലാണെങ്കിൽ രണ്ടിടത്തും 3, 3 വെച്ച് പോയി അല്ലെ. ഇപ്പൊ ഫസ്റ്റത്തെ കോമ്പൗണ്ട് നോക്കുവാണെങ്കിൽ രണ്ട് സൈഡിലും 3, 3 കാർബൺ ആറ്റംസ് വീതമാണ്. അപ്പൊ ഇതിന്റെ പേരെന്ത് വരും? പ്രൊപ്പോക്സി പ്രൊപ്പേൻ എന്ന് വരും അല്ലെ. ഫസ്റ്റത്തെ കോമ്പൗണ്ടിന്റെ IUPAC നെയിം എന്താണ്? പ്രൊപ്പോക്സി പ്രൊപ്പേൻ എന്ന് വരും. ഇതിന്റെ മറ്റൊരു മെറ്റാമർ എഴുതാൻ പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? ലെഫ്റ്റ് സൈഡിൽ 2 കാർബണും റൈറ്റ് സൈഡിൽ 4 കാർബണും എഴുതിക്കൂടെ. അപ്പൊ ഇതിന്റെ പേരെന്ത് വരും? ഈതോക്സി ബ്യൂട്ടേൻ എന്ന് വരും. ഇനി മറ്റൊരു രീതിയിൽ നമുക്ക് എഴുതാം. ലെഫ്റ്റ് സൈഡിൽ 1 കാർബണും റൈറ്റ് സൈഡിൽ 5 കാർബണും വരുന്ന രീതിയിൽ എഴുതി കൂടെ. അങ്ങനെ മീതോക്സി പെന്റേൻ എന്ന് വരും അല്ലെ. അപ്പോൾ നമ്മുടെ തന്നിരിക്കുന്ന ഈ കോമ്പൗണ്ടിന്റെ 2 മെറ്റാമർ ആണ് നമ്മൾ എഴുതിയത്. ഓക്കെ ആണോ? അപ്പൊ മെറ്റാമർ എഴുതാൻ സിമ്പിൾ ആണ്. ഓയുടെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും കാർബൺ ആറ്റത്തിന്റെ എണ്ണം മാത്രം ഒന്ന് മാറ്റിയിട്ട് കൊടുത്താൽ മതി, നമുക്ക് മെറ്റാമേഴ്സ് കിട്ടും. ഓക്കെ ആണോ? ഓക്കെ അല്ലേ? അപ്പൊ ഇതോടുകൂടി നമ്മുടെ ഐസോമെറിസം എന്ന ടോപ്പിക്ക് കംപ്ലീറ്റ് ആയി. അപ്പൊ നമ്മൾ ഇതുവരെ 4 ഐസോമെറിസം പഠിച്ചല്ലേ. ചെയിൻ ഐസോമെറിസം, പൊസിഷൻ ഐസോമെറിസം, ഫങ്ഷണൽ ഐസോമെറിസം, മെറ്റാമെറിസം. ഈ 4ഉം കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള സെയിം ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നോക്കാം. എക്സാമിൻ ദ കോമ്പൗണ്ട്സ് ഗിവൺ ബിലോ ആൻഡ് ഐഡന്റിഫൈ ദ ഐസോമെറിക് പെയർസ്. സ്പെസിഫൈ ദ ടൈപ്പ് ഓഫ് ഐസോമെറിസം എക്സിബിറ്റഡ് ബൈ ഈച്ച് പെയർ. അതായത് ഇവിടെ കുറെ കോമ്പൗണ്ട്സ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ കുറെ ഐസോമേഴ്സ് ഉണ്ട് കേട്ടോ. മൊത്തം 6 കോമ്പൗണ്ട്സ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ കുറെ ഐസോമേഴ്സ് ഉണ്ട് കേട്ടോ. അവർ പറയുന്നുണ്ട് ഇതിൽ കുറെ ഐസോമെറിക് പെയർസ് ഉണ്ട്. ചെയിൻ ആവാം, പൊസിഷൻ ആവാം, ഫങ്ഷണൽ ആവാം, മെറ്റാമർ ആവാം, ഏതും ആവാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇതിൽ ഏതൊക്കെയാണ് ഐസോമെറിക് പെയർസ് എന്നുള്ളത് എഴുതണം. എഴുതിയാൽ മാത്രം പോരാ, അത് ഏത് ഐസോമർ ആണെന്നും കൂടെ പറയണം. അപ്പൊ നോക്കിയേ, ഓരോ കോമ്പൗണ്ട് ആയിട്ട് നോക്കാം. അപ്പോൾ ഐസോമേഴ്സ് ആണോ ചെക്ക് ചെയ്ത് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? എല്ലാത്തിന്റെയും മോളിക്കുലർ ഫോർമുല എഴുതണം അല്ലെ. ഫസ്റ്റ് കോമ്പൗണ്ടിന്റെ മോളിക്കുലർ ഫോർമുല ഞാൻ ഇവിടെ സൈഡിൽ എഴുതാം. ഫസ്റ്റ് കോമ്പൗണ്ടിന്റെ മോളിക്കുലർ ഫോർമുല മൊത്തം എത്ര കാർബൺ വരുന്നുണ്ട്? 1, 2, 3, 4 അല്ലെ. അപ്പോ 4 കാർബൺ വരുന്നുണ്ട്. എത്ര ഹൈഡ്രജൻ വരുന്നുണ്ട്? 3, 2, 5, 7, 9, 10 ഹൈഡ്രജൻ വരുന്നുണ്ട്. 1 ഓക്സിജൻ വരുന്നുണ്ട്.
ഇനി രണ്ടാമത്തെ കോമ്പൗണ്ടിന്റെ മോളിക്കുലാർ ഫോർമുല പറഞ്ഞേ. 1 2 3 4 5 അല്ലെ, 5 കാർബൺ ആറ്റം വരുന്നുണ്ട്. എത്ര ഹൈഡ്രജൻ ആറ്റം വരുന്നുണ്ട്? 3 2 5 7 9 10 11 12 അല്ലെ, 12 9 പിന്നെ 12 അങ്ങനെ 12 ഹൈഡ്രജൻ ആറ്റം വരുന്നുണ്ട്. ഇനി മൂന്നാമത്തെ കോമ്പൗണ്ടിന്റെ മോളിക്കുലാർ ഫോർമുല പറഞ്ഞേ. 1 2 3 4 കാർബൺ ആറ്റംസ് വരുന്നുണ്ട്. ഹൈഡ്രജൻ ആറ്റംസ് എത്ര എണ്ണം വരുന്നുണ്ട്? 3 2 5 7 7 3 10 അങ്ങനെ 10 ഹൈഡ്രജൻ ആറ്റവും ഒരു ഓക്സിജൻ ആറ്റവുമാണ് വരുന്നത്. അടുത്ത് നാലാമത്തെ കോമ്പൗണ്ടിന്റെ മോളിക്കുലാർ ഫോർമുല നോക്കുമ്പോൾ 1 2 3 4 5 മൊത്തം 5 കാർബൺ ആറ്റം. എത്ര ഹൈഡ്രജൻ ആറ്റം വരുന്നുണ്ട്? 3 2 5. ഇനി എത്ര ഹൈഡ്രജൻ ആറ്റം വരുന്നുണ്ട്? 3 6 9 10 12 12 ഹൈഡ്രജൻ ആറ്റം വരുന്നുണ്ട്. ഇനി അഞ്ചാമത്തെ കോമ്പൗണ്ടിന്റെ മോളിക്കുലാർ ഫോർമുല നോക്കാം. 1 2 3 4 4 കാർബൺ ആറ്റംസ് വരുന്നുണ്ട്. എത്ര ഹൈഡ്രജൻ ആറ്റം വരുന്നുണ്ട്? 3 2 5 2 7 7 3 10 10 ഹൈഡ്രജൻ ആറ്റം വരുന്നുണ്ട്. ഒരു ഓക്സിജൻ ആറ്റം വരുന്നുണ്ട്. ഇനി ലാസ്റ്റ് കോമ്പൗണ്ടിന്റെ മോളിക്കുലാർ ഫോർമുല നോക്കാം. 1 2 3 4 4 കാർബൺ ആറ്റം വരുന്നുണ്ട്. എത്ര ഹൈഡ്രജൻ ആറ്റം വരുന്നുണ്ട്? 3 2 5 6 7 8 9 പിന്നെ 10 അല്ലെ, അങ്ങനെ 10 ഹൈഡ്രജൻ ആറ്റം വരുന്നുണ്ട്. ഒരു ഓക്സിജൻ ആറ്റം വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാം ഇതേപോലെ ഒന്ന് കൗണ്ട് ചെയ്ത് വെക്കുക. അങ്ങനെ മോളിക്കുലാർ ഫോർമുല എല്ലാ കോമ്പൗണ്ടിന്റെയും മോളിക്കുലാർ ഫോർമുല ആദ്യം എഴുതാം. അപ്പൊ നമ്മളിവിടെ നോക്കുമ്പോൾ കുറെ മോളിക്കുലാർ ഫോർമുല സെയിം ആയിട്ട് വന്നല്ലേ. നോക്കിയാൽ ഞാൻ ഇതിൽ ആദ്യം എടുക്കുന്നത് രണ്ടാമത്തെ കോമ്പൗണ്ടിനെയും നാലാമത്തെ കോമ്പൗണ്ടിനെയാണ്. ഓക്കെ, ഈ രണ്ടാമത്തെ കോമ്പൗണ്ടിനെയും നാലാമത്തെ കോമ്പൗണ്ടിനെ നോക്കുമ്പോൾ അവരുടെ മോളിക്കുലാർ ഫോർമുല സെയിം ആണ്. അപ്പൊ ഇനി നമുക്ക് 2ഉം 4ന്റെ സ്ട്രക്ചർ ഒന്ന് നോക്കാം. 2 ഇതാണ് 2, 4 ഇവിടെ കിടപ്പുണ്ട് അല്ലെ. ഇതിന്റെ പ്രത്യേകത എന്താണ്? ആ രണ്ടിന്റെയും സ്ട്രക്ചർ ഡിഫറെന്റ് ആണ്. സ്ട്രക്ചർ എങ്ങനെ വന്നു? ചെയിനിൽ ഡിഫറെന്റ് വന്നല്ലേ. രണ്ടാമത്തെ കോമ്പൗണ്ട് ആണെങ്കിൽ 5 കാർബൺ ആറ്റവും സ്ട്രൈറ്റ് ചെയിൻ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷെ നാലാമത്തെ കോമ്പൗണ്ട് നോക്കുമ്പോൾ 4 കാർബൺ ആറ്റം സ്ട്രൈറ്റ് ചെയിൻ ആയിട്ടും 1 ബ്രാഞ്ച് ആയിട്ടും വന്നു അല്ലെ. അപ്പോൾ ഈ 2ഉം 4ഉം എന്തിന് എക്സാമ്പിൾ ആണ്? ചെയിൻ ഐസോമേഴ്സിന് എക്സാമ്പിൾ ആണ്. അപ്പൊ ഇവിടെ കൊടുത്തിട്ടുണ്ട് ടേബിളിൽ കണ്ടോ, ചെയിൻ ഐസോമറിസം ഏതൊക്കെയാണ്? 2ഉം 4ഉം. ഓക്കെ, അപ്പൊ ചെയിൻ ഐസോമേഴ്സിനെ കണ്ടെത്തി. ഇനി ബാക്കിയുള്ള എല്ലാവർക്കും സെയിം മോളിക്കുലാർ ഫോർമുലയാണ് അല്ലെ. അപ്പൊ ഇതിൽ പല പല ഐസോമറിക് പെയേഴ്സ് വരാം. കണ്ടോ, 1 നോക്കിയാലും 3 നോക്കിയാലും 5 6 ഇവർക്കെല്ലാം സെയിം മോളിക്കുലാർ ഫോർമുലയാണ്. അപ്പൊ ഇവരുടെ സ്ട്രക്ചർ നമുക്ക് നോക്കാം. ഒന്നാമത്തെ കോമ്പൗണ്ടിൽ വന്നിട്ടുള്ള ഫങ്ഷണൽ ഗ്രൂപ്പ് OH ആണ്. ഇതേപോലെ OH ഫങ്ഷണൽ ഗ്രൂപ്പായിട്ട് വരുന്ന മറ്റൊരു കോമ്പൗണ്ട് ആണ് ആറാമത്തത്. കണ്ടോ, OH വന്നു. അപ്പോൾ ഈ 2 കോമ്പൗണ്ടും, അതായത് ഒന്നാമത്തെയും ആറാമത്തെയും കോമ്പൗണ്ട് പ്രത്യേകത എന്താണ്? ഫങ്ഷണൽ ഗ്രൂപ്പ് സെയിം ആണ്. മോളിക്കുലാർ ഫോർമുല ഓൾറെഡി സെയിം ആണ്. ഇവിടെ ഫങ്ഷണൽ ഗ്രൂപ്പ് സെയിം ആണ്. എന്നാൽ ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ പൊസിഷൻ മാത്രം മാറി അല്ലേ. ഫസ്റ്റത്തെ കോമ്പൗണ്ടിൽ ഒന്നാമത്തെ പൊസിഷനിലാണ് ഫങ്ഷണൽ ഗ്രൂപ്പ് വന്നത്. ആറാമത്തതിലാണെങ്കിൽ രണ്ടാമത്തെ പൊസിഷനിലാണ് OH വന്നത്. അപ്പോൾ ഫങ്ഷണൽ ഗ്രൂപ്പ് സെയിം ആയിട്ടും എന്നാൽ ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ പൊസിഷൻ മാത്രം മാറി വന്നു. അതുകൊണ്ട് നമുക്ക് 1നെയും 6നെയും ഏത് കാറ്റഗറിയിൽ പെടുത്താം? പൊസിഷൻ ഐസോമറിസം അല്ലെ, അല്ലെങ്കിൽ പൊസിഷൻ ഐസോമറിൽ പെടുത്താം അല്ലെ. 1ഉം 6ഉം വരുന്നത് പൊസിഷൻ ഐസോമർ ആണ്. ക്ലിയർ ആണോ? ഇനി നമുക്ക് അടുത്തതിലോട്ട് പോവാം. ഇനി നോക്കിയേ, ഈ മൂന്നാമത്തെ കോമ്പൗണ്ട് നോക്കുമ്പോൾ ഇവിടെ വന്നത് ആരാണ്? അതൊരു ഈതർ ആണ് അല്ലെ. മൂന്നാമത്തെ കോമ്പൗണ്ട് ഒരു ഈതർ ആണ്. അതേപോലെ മറ്റൊരു ഈതർ ആണ് അഞ്ചാമത്തത് അല്ലെ. അഞ്ചാമത്തെ കോമ്പൗണ്ടും ഈതർ ആണ്. അപ്പൊ മൂന്നാമത്തെ കോമ്പൗണ്ടും അഞ്ചാമത്തെ കോമ്പൗണ്ടും എന്താണ്? ഈതർ ആണ്. അപ്പൊ ഇതിന്റെ വ്യത്യാസം എന്താന്ന് നോക്കാം. മൂന്നാമത്തെ കോമ്പൗണ്ട് ആണെങ്കിൽ ഓയുടെ ലെഫ്റ്റ് സൈഡ് 3 കാർബൺ ആറ്റവും റൈറ്റ് സൈഡ് 1 കാർബൺ ആറ്റവും ആണ് വരുന്നത് അല്ലെ. അഞ്ചാമത്തെ കോമ്പൗണ്ടിലോട്ട് വന്നാലോ ഓയുടെ ലെഫ്റ്റ് സൈഡ് 2 റൈറ്റ് സൈഡ് 2. അപ്പൊ ഇവിടെ എങ്ങനെയാ മാറിയത്? ഈതർ ലിങ്കേജിന്റെ 2 സൈഡിലും വന്ന ആൽക്കൈൽ ഗ്രൂപ്പ്സ് ഡിഫറെന്റ് ആയിട്ട് വന്നു. അപ്പൊ അത്തരം ഐസോമേഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മെറ്റാമെറിസം അല്ലെ. അപ്പൊ മെറ്റാമെറിസിന് എക്സാമ്പിൾ ഏതൊക്കെയാണ്? 3ഉം 5ഉം മെറ്റാമേഴ്സ് ആണ്. നമുക്ക് ഇനി ബാക്കി അടുത്തതിലോട്ട് വരാം. വീണ്ടും ഞാൻ ഒന്നാമത്തതിലോട്ട് പോകുന്നു. ഒന്നാമത്തതിൽ വന്നത് OH ഗ്രൂപ്പ് ആണ് അല്ലെ. ഇനി മൂന്നാമത് നോക്കിയേ, 1ഉം 3ഉം. 1ഉം 3ഉം നോക്കുവാണെങ്കിൽ സെയിം മോളിക്കുലാർ ഫോർമുലയാണ്. എന്നാൽ ഒന്നാമത്തതിൽ വന്നത് OH ഗ്രൂപ്പും മൂന്നാമത്തതിൽ വന്നത് ഈതർ ഗ്രൂപ്പുമാണ് അല്ലെ, ആൽക്കോക്സി ഗ്രൂപ്പുമാണ്. അതായത് ഫങ്ഷണൽ ഗ്രൂപ്പ് തന്നെ മാറി വന്നു. അപ്പോൾ 1ഉം 3ഉം എന്തിന് എക്സാമ്പിൾ ആണ്? ഫങ്ഷണൽ ഐസോമറിസത്തിന് എക്സാമ്പിൾ ആണ്. അതേപോലെ അടുത്ത് ഞാൻ നോക്കുന്നത് 1ഉം 5ഉം. 1ഉം 5ഉം നോക്കിക്കേ, 1ഉം 5ഉം അതേപോലെ തന്നെ അല്ലേ. ഒന്നാമത്തതിൽ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പും അഞ്ചാമത്തതിൽ ആൽക്കോക്സി ഗ്രൂപ്പുമാണ് വന്നിട്ടുള്ളത്. അപ്പൊ അവരും എന്തിന് എക്സാമ്പിൾ ആണ്? ഫങ്ഷണൽ ഐസോമറിസത്തിന് എക്സാമ്പിൾ ആണ്. അടുത്ത് ഞാൻ എടുക്കുന്നത് 3ഉം
6ഉമാണ്. അപ്പൊ ഈ 3ന്റെയും 6ന്റെയും പ്രത്യേകത എന്താ? മൂന്നാമത്തെ കോമ്പൗണ്ടിന്റെ ഫങ്ഷണൽ ഗ്രൂപ്പ് ആൽക്കോക്സി ഗ്രൂപ്പ് ആണ്, 6ാമത്തത് OH ഗ്രൂപ്പ് അല്ലെ, ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ആണ്. അപ്പൊ അവരും എന്തിന് എക്സാമ്പിൾ ആണ്? ഫങ്ഷണൽ ഐസോമെറിസത്തിന് എക്സാമ്പിൾ ആണ്. അടുത്ത് ഞാൻ എടുക്കാൻ പോകുന്നത് ഈ 5ാമത്തെ കോമ്പൗണ്ടും 6ാമത്തെ കോമ്പൗണ്ടും. നോക്കിക്കേ, 5ഉം 6ഉം നോക്കുമ്പോൾ 5ാമത്തതിൽ വന്നത് ആൽക്കോക്സി ഗ്രൂപ്പ് ആണ്, 6ാമത്തതിൽ വന്നത് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ആണ്. അപ്പൊ നമുക്ക് അവരെയും എന്തെന്ന് വിളിക്കാം? ഫങ്ഷണൽ ഐസോമേഴ്സ് എന്ന് വിളിക്കാം. അപ്പൊ ഇത്രയും ഐസോമറിക് പെയേഴ്സ് നമുക്ക് ഇവിടെ നിന്ന് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇതേപോലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും എക്സാമിന് ചോദിക്കുന്നത്. ഒന്നുകിൽ കോമ്പൗണ്ട്സ് തന്നിട്ട് അതിൽ നിന്ന് നമ്മളോട് ഐസോമറിക് പെയേഴ്സിനെ കണ്ടുപിടിക്കാൻ ചോദിക്കും, അല്ലെങ്കിൽ ഒരു കോമ്പൗണ്ട് തന്നിട്ട് അതിന്റെ അടുത്ത ഐസോമർ എഴുതാൻ ചോദിക്കും. അപ്പൊ എങ്ങനെ വന്നാലും ഈ ഐസോമെറിസം എന്ന് പറയുന്ന ടോപ്പിക്ക് നന്നായിട്ട് പഠിച്ചിട്ട് ടെക്സ്റ്റ് ബുക്കിലുള്ള എല്ലാ എക്സാമ്പിൾസും ഒന്ന് ചെയ്ത് നോക്കുക, അങ്ങനെ ഇത് തറവാക്കുക. ഓക്കെ, അപ്പൊ എല്ലാവരും ഐസോമെറിസം നന്നായിട്ട് ചെയ്ത് പഠിക്കുക. എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. കൂടുതൽ എക്സാമ്പിൾസ് ചെയ്ത് പഠിക്കുക. താങ്ക് യു.